ഗുജറാത്തിലാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ ലന്തൂരാണ്. ഞാൻ 10-25 വർഷമായിട്ട് ഗുജറാത്തിൽ ഞാൻ സ്ഥിര താമസമാണ്. കുടുംബമായിട്ട് താമസിക്കുന്നു. എൻ്റെ വൈഫും ഒരു മോനും ഉണ്ട്. അപ്പം ഇങ്ങനെ പല പല രീതിയിലുള്ള ജീവിത സാഹചര്യത്തിലാണ് ഒരു സമയത്ത് ഈ ബയോട്ടോറി എന്നൊരു പ്രോഡക്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പരിചയപ്പെടുത്തി. ആ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു എനിക്ക് നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങി. എൻ്റെ ശാരീരികമായ ക്ഷീണത്തിനൊക്കെ നല്ല മാറ്റം വന്നു. എൻ്റെ കൊളസ്ട്രോൾ കുറഞ്ഞ 6 മാസം കൊണ്ട് കൊളസ്ട്രോളിൻ്റെ ഗുളിക എനിക്ക് വേണ്ടെന്ന് വെച്ചു. അപ്പം ബാക്കി BP-യും ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കൺട്രോൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ബയോട്ടോറിയത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ സേവ്യർ സാറുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ലീഡേഴ്സും എല്ലാ വ്യക്തികളുമായിട്ടും ഇന്ന് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നുള്ളത് ജഗദീശന്റെ ഒരു നിമിത്തമാണെന്ന് പറയാം. കാരണം ഈ ബയോട്ടോറിയത്തിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്നും 2 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് എത്താവുന്ന സ്ഥലത്തുള്ളൂ. വേറുള്ള മാസങ്ങളിലെല്ലാം ഞാൻ കമ്പനിയിൽ പോകാറുണ്ട്. കമ്പനിയിലെ സ്റ്റാഫുമായിട്ടായാലും നമ്മുടെ MD സാറുമായിട്ടും എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് സ്ഥാപിക്കാൻ കഴിയും. അപ്പം ഞാനിത് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അപ്ലൈനായിട്ടുള്ള ആള് പിന്നെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ട്രെയിനിങ് കിട്ടാനോ സപ്പോർട്ട് കിട്ടാനോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ഉപയോഗിച്ചു. ഇനി ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇതിന്റെ വരുമാന മാർഗത്തെ കുറിച്ച് പോലും എനിക്ക് പറഞ്ഞു തന്നില്ല. പക്ഷെങ്കിൽ ഞാൻ ഹിന്ദി അറിയാം, ഭാഷ നല്ല രീതിയിൽ അറിയുന്നതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇതെല്ലാം പഠിച്ചു. അങ്ങനെ സാഗർ ജോഷി സാർ എന്നൊരു വീഡിയോ 150 പ്രാവശ്യത്തോളം ഞാനൊരു വീഡിയോ പുള്ളിയുടെ കണ്ടു. അതിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് എന്താണ്, ഈ പ്രോഡക്റ്റിന്റെ മഹാത്മ്യം എന്താണെന്ന് ഞാൻ പഠിച്ചത്. അങ്ങനെ ഓരോ വീഡിയോകളും സാഗർ സാറിന്റെ ഓരോ വീഡിയോകളും എത്രയോ പ്രാവശ്യം പഠിച്ചെന്നതിന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പഠിച്ച് ആണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഗുജറാത്തിൽ നിന്നൊരു ഗ്രൂപ്പിന്റെ സൂമിന്റെ ലിങ്ക് എനിക്ക് അതെന്റെ ജീവിതത്തിൽ ഒരു വളരെയധികം സപ്പോർട്ടീവാണ്. ആ ലിങ്കിൽ നിരവധി വിഷയങ്ങളെ കുറിച്ചും കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ 8:15 തൊട്ട് 9:30 വരെ എന്നുള്ളൊരു ഡെയിലീസും എൻ്റെ ദിനചര്യയുടെ ഭാഗമായിട്ട് എന്നെ മാറ്റി. ഞാൻ ഒരു ദിവസം പോലും അസുഖം കളയില്ല. കൃത്യമായിട്ട് അസുഖം അറ്റൻഡ് ചെയ്തത് എനിക്ക് നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കമ്പനിയുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നിരവധി പ്രഗത്ഭരായ നോർത്തിലെ നിരവധി സാറന്മാരെടുക്കുന്ന ക്ലാസ്സുകൾ. കാരണം അത്രയധികം ക്ലാസ്സുകൾ ഞാനിന്ന് ഇന്ത്യയിൽ പല ഗ്രൂപ്പിൽ കാണാറില്ല. അതുപോലുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന നിരവധി സാറന്മാരുടെ ക്ലാസ്സുകൾ, അതിൽ നിന്നും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും ആ അറിവാണ് എന്നെ ഈ ബയോട്ടോറിയത്തെ കുറിച്ച് കൂടുതൽ അറിവ് ഇന്ന് നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യാൻ എനിക്ക് വളരെയധികം എളുപ്പമാക്കി. ആദ്യം നമ്മൾ റീപർച്ചേസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചും കമ്പനി ഇനി എങ്ങോട്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കമ്പനിയിലേക്കുള്ള സ്നേഹം കൂടുതൽ വർദ്ധിക്കുന്നതാണ്. അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദും ബറോഡയും രാജ്കോട്ടും സൂറത്തും പോലുള്ള വലിയ നഗരങ്ങളിൽ ഇതിന്റെ പ്രിയപ്പെട്ട MD ഡോക്ടർ സാഗർ ജോഷി സാർ മാർക്കറ്റിങ്ങിന്റെ ഭദ്രദീപം കൊളുത്തി ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. കൊറോണ സമയത്താണ് ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച കൊറോണ സമയത്ത് ഇന്ത്യയിലെ ആകമാനം ഉപയോഗിച്ച വ്യക്തികളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. ക്വാറന്റൈൻ കൊടുത്ത ആൾക്കാര് 3-4 ദിവസം ക്വാറന്റൈനിൽ ഫ്രീ ആകുകയും അവരുടെ ഓക്സിജൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജനങ്ങൾ ആരോഗ്യത്തോട് മുന്നോട്ട് നീങ്ങുകയും ചെയ്തപ്പോൾ ഇത് എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കേണ്ടത് ഒരു ആവശ്യകതയാണെന്ന് മനസ്സിലാക്കി ഇന്ത്യയിലാകമാനം ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയ ഈ മാർക്കറ്റിംഗ് ഇന്ത്യയിലാകമാനം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള നഗരത്തില് ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും ആവശ്യമാണ്. വർഷങ്ങളായിട്ട് ബെഡിൽ കിടന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് വൈദ്യശാസ്ത്രം പോലും സർട്ടിഫൈ ചെയ്തിട്ട നിരവധി വ്യക്തികളെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഇന്ന് വരുമാനത്തിന്റെ ഉത്തുംഗ സംഘത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുവാൻ മനുഷ്യനെ എത്തിക്കാൻ ചെയ്ത മനുഷ്യ സ്നേഹിയായ മനുഷ്യ സ്നേഹത്തിന് പ്രവർത്തനം ചെയ്യുന്ന ഏക വ്യക്തിയായിട്ട് ഡോക്ടർ സാഗർ ജോഷി പറയുന്നത്. കാരണം നമ്മള് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും നമ്മൾ ദൈവത്തെ കാണുന്നെങ്കിൽ യഥാർത്ഥ ദൈവം ഡോക്ടർ സാഗർ ജോഷിയാണ് നമുക്ക് പറയാൻ പറ്റും. കാലം അത് പറയും. കാരണം അദ്ദേഹം ചെയ്ത മാനുഷിക പ്രവർത്തനങ്ങൾ എന്ന് പറയും. പണം കൊടുത്ത് പലർക്ക് അസുഖം വരുമ്പോൾ അവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒരു വീഴ്ച വരുമ്പോൾ അവര് പലരും സഹായിക്കാറുണ്ട്. പക്ഷെങ്കിൽ ആരോഗ്യം പോയ വ്യക്തികളെ ഇനിയും മനുഷ്യന് അവർ അസുഖത്തിലേക്ക് നീങ്ങാതെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു മാഗ്നറ്റിക് തെറാപ്പിയില്ല 16 വർഷക്കാലം പഠിച്ചുകൊണ്ട് PhD എടുത്തുകൊണ്ട് അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളോട് കൂടി നമുക്ക് തന്ന മനുഷ്യസ്നേഹിയും ഒരാളാണ് ഡോക്ടർ സാഗർ ജോഷി. നമുക്ക്
അഭിമാനത്തോടെ പറയാം. കാരണം ഇന്ന് കഴിഞ്ഞ 56 മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ശക്തമായിട്ട് തന്നെ ഈ ബയോട്ടോറിയം മുന്നോട്ട് നിൽക്കുന്നു. ഇന്ന് ഈ ബയോട്ടോറിയത്തെ നമ്മൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതുപോലൊരു മാട്രസ് നമുക്കിന്ന് മാർക്കറ്റിൽ കാണാനില്ല. പല കമ്പനികൾ വന്നു, പലരും ഇന്ന് ക്ലോസ് ചെയ്ത് പോയി. പക്ഷെ ബയോട്ടോറിയം ഇത് ഇന്നും നിലനിൽക്കുന്നു. ഇനിയും അടുത്ത 100 വർഷക്കാലത്തോളം ഈ കമ്പനി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നമ്മുടെ പ്രിയങ്കര MD പറഞ്ഞൊരു വാചകമുണ്ട്, അടുത്ത 25 വർഷത്തേക്ക് എൻ്റെ മുഴുവൻ പ്രവർത്തനവും ഈ ബയോട്ടോറിയം കമ്പനിയിലേക്കായി. അതാണ് നമ്മളും ചെയ്യേണ്ടത്. എൻ്റെ പ്രവർത്തനം ഈ ബയോട്ടോറിയം കമ്പനിയിലേക്കായിരിക്കും. എനിക്ക് പല ബിസിനസ്സുകളുണ്ടാക്കി, ആ ബിസിനസ്സുകളെല്ലാം നോക്കുന്നു. പക്ഷെങ്കിൽ ഈ ബയോട്ടോറിയത്തിന് MD പറഞ്ഞു, എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, ഈ ബയോട്ടോറിയത്തിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറ്റും. അവിടെയാണ് നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തതെന്ന് പറയാൻ പറ്റും. നമുക്ക് ആ കമ്പനിയിലേക്ക് ഒരു ഐഡിയ എടുത്ത് നമുക്ക് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് നിസ്സംശയം പറയുവാൻ പറ്റും. കാരണം 2 പേര് മാത്രം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്മിറ്റിയിലും നിരവധി പാർട്ട്നേഴ്സ് കാണും. എന്നാൽ ഈ കമ്പനിയിലെ 2 പാർട്ട്ണറുള്ളൂ. ഒന്ന് നമ്മുടെ MD, നമ്മുടെ വൈഫ്. അങ്ങനെ ഒരു ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം 68% നമ്മുടെ ബില്ലിങ്ങിന്റെ സെയിൽസിന്റെ 68% കമ്മീഷനായിട്ട് സ്വന്തം തൊഴിലാളികൾക്ക് സ്വന്തം ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ഏക കമ്പനി എന്ന് പറയും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ചരിത്രം തിരിച്ചു കുറിച്ച കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ കമ്പനിയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ജഗദീശ്വരൻ നമുക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് പറയുവാൻ കഴിയും. അപ്പൊ ആദ്യമായിട്ട് കമ്പനി കൊണ്ടുവന്നതാണ് ഫാമിലി ബോണസ് എന്നുള്ള ഏറ്റവും സുന്ദരമായ ഒരു ഇൻകം സ്കീം. വേറെ കമ്പനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഫാമിലി ബോണസ് നമ്മളിലേക്ക് എത്തിച്ചു. അതിനുശേഷമാണ് കമ്പനി റീപർച്ചേസ് സ്കീമൊക്കെ നമുക്ക് വേണ്ടി തന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ ആരംഭിക്കുന്നു. ഈ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്താണ്, മറ്റുള്ള കാര്യങ്ങൾ എന്താണ് ഞാൻ ഇന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഈ കമ്പനിയിൽ 9,800 അല്ലെങ്കിൽ 16,500 മുടക്കി നമ്മളൊരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അതോടൊപ്പം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം ഈ ബിസിനസ് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. വെറും 9,800 മാത്രം മതി നമ്മളെ സംബന്ധിച്ച് ഈ കമ്പനിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ബിസിനസ് ഐഡി നമുക്ക് കിട്ടും. അപ്പൊ ലക്ഷക്കണക്കിന് രൂപ ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതൊന്നും നമുക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ കമ്പനി നമുക്ക് തരുന്നത് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് എന്താണ് നമുക്ക് കിട്ടുന്നത്? അത് നമുക്ക് ഐഡി പറഞ്ഞാൽ നമുക്കൊരു കോച്ചിനെ കിട്ടുന്നു, ലൈഫ് ടൈം ട്രെയിനറെ കിട്ടുന്നു, അതായത് നമുക്ക് നോളജ് കിട്ടുന്നു. അതോടൊപ്പം നമുക്ക് കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം കിട്ടുന്നു. ഇത് ബിസിനസ് ചെയ്ത് നമുക്ക് പണം കൊണ്ടുവരാൻ കിട്ടുന്നു. അതുപോലെ അപ്ലൈൻ ലീഡർ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമുക്ക് തരുന്നു. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് ലൈഫ് ചേഞ്ച് ആക്കുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ നമ്മളെ കൊച്ചിലെ തൊട്ട് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ അപ്ലൈൻ ലീഡർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീക്കാൻ ഈ കമ്പനി നമുക്ക് സഹായിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു റിലയൻസിന്റെ ഉടമസ്ഥനായ ധീരുഭായ് അംബാനി. അംബാനി ഒരു പെട്രോൾ പമ്പിൽ ജോലിക്കാരനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നും പെട്രോൾ ഒഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വളരെ വിശദമായ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്താണ് ചിന്ത? എനിക്കും ഈ പെട്രോൾ ഉണ്ടാക്കിയാൽ എനിക്ക് ഇതിന്റെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കരുത്. അപ്പൊ ആ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹം അതിനെക്കുറിച്ച് അതായത് നമ്മുടെ ചിന്ത, നമ്മുടെ ആഗ്രഹം അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആഗ്രഹമാണ് അദ്ദേഹത്തെ വലിയൊരു മനുഷ്യനായിട്ട് മാറ്റിയത്. പക്ഷെ ആഗ്രഹം മാത്രമുള്ളതുകൊണ്ട് കാര്യമുണ്ടോ? അതുണ്ടാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം, അത് ചെയ്യുവാനുള്ള മറ്റുള്ള കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണം. പക്ഷെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി അദ്ദേഹത്തിന് ആ ഇൻഫ്രാസ്ട്രക്ചർ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ റിലയൻസിന്റെ MD ആയ ധീരുഭായ് അംബാനി. അദ്ദേഹം ഇന്ന് കുടുംബത്തിലെ എത്ര തലമുറകൾ മാറിയാലും അദ്ദേഹത്തെ അന്ന് ആ വ്യക്തി അറിയപ്പെടും. അങ്ങനെ ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ഒരു സിംഹമായിട്ട് തന്നെ മാറി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതുപോലെ സിംഹമായിട്ട് എങ്ങനെ മാറും? അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഡോക്ടർ സാഗർ ജോഷി സാർ, അദ്ദേഹം 16 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 16 വർഷക്കാലം അദ്ദേഹം മാഗ്നറ്റിക് റിസർച്ച് സെന്റർ പഠിച്ചുകൊണ്ട് ഈ മാഗ്നറ്റിക് മാട്രസ് ഡിഎംത്തിന്റെ മാഗ്നറ്റിക് മാട്രസ് ജനങ്ങളിലേക്ക് എത്തിച്ചു. അപ്പൊ ജനങ്ങളുടെ ആരോഗ്യം അതങ്ങനെ നിരവധി ആൾക്കാരിലേക്ക് എത്തിച്ചു. അപ്പൊ എത്തിച്ചു കഴിഞ്ഞപ്പോഴും അവരുടെ എല്ലാ ആരോഗ്യത്തെ സംരക്ഷിക്കും
വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ട് അസുഖം മാറാത്ത പല വ്യക്തികൾ. അതുകൊണ്ട് ഇനി അസുഖം വരത്തില്ല. BP, ഷുഗർ, അങ്ങനെ ജീവിതശൈലി രോഗങ്ങളൊന്നും മനുഷ്യരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അതിന് ബ്ലഡ് സർക്കുലേഷൻ പെർഫെക്റ്റ് ആക്കണം, ഓക്സിജൻ ലെവൽ പ്രോപ്പർ ഇന്നത്തെ ബിസി ലൈഫിൽ വേണമെന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്യുന്ന ഈ പ്രോഡക്റ്റിലേക്ക് എത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ സിംഹമായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തി, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു വ്യക്തി. നമ്മൾ ചിലപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റിനെ ആയിരിക്കും ഇന്ത്യ മൊത്തം അറിയാമെങ്കിൽ ഡോക്ടർ സാഗർ ജോഷി സാർ ഇന്ത്യയിലെ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു മഹനീയനായ മനുഷ്യ സ്നേഹിയായിട്ട് മാറുന്ന കാലം വിദൂരമല്ല. അതുപോലെയാണ് നമ്മുടെ കാര്യം. നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് ഈ ബയോട്ടോറി. നമ്മൾ ആ ഏറ്റവും വലിയ കമ്പനി ജോയിൻ ചെയ്തു, നമ്മളെ കമ്പനിയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു, നമ്മളെ പ്രോഡക്റ്റുകൾ വരുന്നു, എല്ലാം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്. നിങ്ങൾ ഓരോരോ പ്രോഡക്റ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ക്വാളിറ്റി എന്താണ്. കാരണം മാട്രസ് വന്നു, അതിനുശേഷം മോർ പവർ വന്നു, അതിനുശേഷം അൾട്രാബെറി കൊണ്ടിരുന്നു, അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ പ്രോഡക്ട്സുകൾ വരുന്നു, ഇപ്പൊ റീപർച്ചേസിലും നിരവധി പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ക്വാളിറ്റിയാണ് കമ്പനിയുടെ ബേസിക് കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ക്വാളിറ്റികൾ വരുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികം വരുമ്പോഴാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നതും നോക്കുന്നതും. നമ്മൾ തന്നെ അറിയാലോ, നമ്മുടെ എല്ലാം ലീഡേഴ്സായ സൈബർ സാർ, റാപ്പി സാറും എത്ര പേരറിയായിരുന്നു കേരളത്തിൽ. ഇന്ന് കേരളം മൊത്തം അറിയപ്പെടുന്ന വലിയൊരു വ്യക്തികളായിട്ട് എടുത്തിരുന്നു. അവര് ഈ ബയോട്ടോറിയത്തിൽ ജോയിൻ ചെയ്തു, വളരെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ആ കമ്പനി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ഇന്ന് വർക്ക് ചെയ്ത് ഇന്ന് കേരളത്തിൽ അവരുടെ കുടുംബത്തിൽ ഒരു സിംഹമായിട്ട് അവർ മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിലെ സിംഹമായിട്ട് മാറുവാൻ പറ്റുന്ന ഏക അവസരം ഈ ബയോട്ടോറിയം കമ്പനിയാണെന്ന് അടിപറയിട്ട് പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ സിംഹമായിട്ട് നമ്മളും മാറുവാൻ നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. കാരണം നമുക്ക് അത്രയും സമ്പത്ത് മുടക്കി നമുക്ക് ഒരു വർഷം 1 കോടി രൂപ ഉണ്ടാകണമെങ്കിൽ എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര മാർക്കറ്റിംഗ് സ്റ്റാഫാണ്, എത്ര ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇതൊന്നും നമുക്ക് വേണ്ട. ഒരു 9,800 മാത്രം മതി. അതെടുത്തൊരു ഐഡിയ എടുത്തുകൊണ്ട്, ഈ ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ നിരവധി ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയും. ഞാൻ പല ഷോപ്പുകളിലും ചെന്നില്ലേ, പല ആൾക്കാരിലേക്കും കാണുമ്പോൾ പറയുന്ന ഒരേ ഒരു ഡയലോഗ്, സാറേ ഇത് ചെരുപ്പിടുന്ന മൊബൈൽ ഇടുന്ന മുഴുവൻ വ്യക്തിക്കും വേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ കാണുവാൻ വന്നത്, അല്ലാതെ നിങ്ങളുടെ ഷുഗർ കുറയ്ക്കാനോ BP കുറയ്ക്കാനോ ഉള്ളൊരു പ്രോഡക്റ്റ് അല്ല ഇത്. പക്ഷെ ഇതെല്ലാ ജനങ്ങളിലും ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വന്നത് എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്തുകൊണ്ട് സാഗർ സാർ ചിന്തിച്ചു എന്ന് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആവശ്യമാണ്. അതാണ് യഥാർത്ഥ ബിസിനസ്മാന്റെ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ സൊമാറ്റോ എന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ അറിയാറുണ്ട് സൊമാറ്റോ എന്താണെന്ന്. കാരണം ഫുഡുകൾ ഡെലിവറി ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സൊമാറ്റോയുടെ MD ഒരു ദിവസം ഒരു ഹോട്ടലിൽ ഇരുന്ന് ചാപ്പാട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിരവധി ആൾക്കാർ അവിടെ വന്ന് വെളിയിലിരിക്കുന്നു. അപ്പൊ അതിനകത്ത് കയറാൻ പറ്റുന്നത് ഭയങ്കര തിരക്കാണ്. അപ്പൊ അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു ഹോട്ടലിലാണ് അവിടെ ഇയാളും ആഹാരം കഴിക്കാൻ വിളിച്ചത്. അപ്പൊ അങ്ങനെ മനസ്സിച്ചു, ഈ പ്രോഡക്റ്റുകൾ ഞാനൊന്ന് ഡെലിവറി ചെയ്ത് കൊടുത്താൽ ആൾക്കാരിലേക്ക് പല ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് മനുഷ്യന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്താൽ അപ്പം എനിക്ക് ബിസിനസ് കിട്ടില്ലേ. അപ്പം ബുദ്ധിശാലിയായ മനുഷ്യൻ അത് സ്റ്റാർട്ട് ചെയ്യുന്ന വലിയൊരു സാമ്രാജ്യത്തിനുടമയായി. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓയോ ഹോട്ടൽ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോവാണെങ്കിൽ ഓയോ ഹോട്ടലുകൾ തപ്പി നടക്കാൻ ഒരു ദിവസം തന്നെ ഹോട്ടലുകൾക്ക് പണ്ട് കാലത്ത് ഇന്റർനെറ്റോ മറ്റ് സൗകര്യങ്ങളില്ലാത്ത സമയത്ത് നമുക്കറിയില്ല ഏത് ഹോട്ടലിൽ പോകണം, ആരെ കാണണം, എവിടെ പോകണം. നമ്മളൊക്കെ ഗോവയിൽ നിന്ന് പോയി, അല്ലെങ്കിൽ നമ്മൾ മണാലിയിൽ നിന്നോ ഡൽഹിയിൽ നിന്ന് പോയി നമുക്കൊരു റൂം വേണം. നമ്മളൊരു ദിവസം തപ്പി നടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഹോട്ടൽ കിട്ടും. അതുപോലെ തന്നെ ഓയോയുടെ MD ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയി അദ്ദേഹത്തെ ഇതുപോലെ പല സ്ഥലങ്ങളിലും കറങ്ങാൻ ഹോട്ടലുകൾക്ക്. അങ്ങനെ സ്വന്തമായിട്ട് ഹോട്ടലില്ല പുള്ളിക്ക്, ഒരു ഹോട്ടൽ പുള്ളി പണിഞ്ഞിട്ടില്ല, പക്ഷെ പല ഹോട്ടലുകളിൽ നിന്ന് പുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലാകുമ്പോൾ ഓയോ ഗ്രൂപ്പുകാർ പല ഹോട്ടലുകളുമായിട്ട് നിരവധി ആൾക്കാർ ഉണ്ടാക്കിയിട്ട് ഹോട്ടലുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഹോട്ടൽ ശൃംഖലയിൽ അദ്ദേഹം മുന്നോട്ട് വന്നു. അപ്പൊ അങ്ങനെ ഹോട്ടൽ രംഗത്ത് ബുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗ്രൂപ്പായിട്ട് ഓയോമായി. അപ്പൊ നമ്മള് ഓല ടാക്സി എന്ന് നോക്കിയുള്ളൂ. അതും അങ്ങനെയാണ്. സ്വന്തമായിട്ട് ടാക്സി ഇല്ല, സ്വന്തമായിട്ട് എംപ്ലോയി ഇല്ല, ഒന്നുമില്ല. അപ്പം അവർക്കെന്താണ്, ശക്തമായൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അവരെല്ലാം ഈ കമ്പനികളെല്ലാം ചെയ്തെന്താ, ശക്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കൊണ്ട് ടാക്സി തുടങ്ങി. അപ്പം ആൾക്കാർക്ക് ടാക്സി വേണം, ഓൺലൈനിൽ പോകുന്ന ബുക്ക് ചെയ്യുന്നു, ടാക്സി വരുന്നു, അദ്ദേഹത്തിന് അതിന്റെ പൈസ കിട്ടുന്നു. അതിന് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിനോട് വേണ്ടി പറയും. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ MD ആയ
ഡോക്ടർ സാഗർ ജോഷി ചിന്തിച്ചു. ഇന്ന് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിന്നെ മനുഷ്യന്റെ ആരോഗ്യമാണ്. കാരണം കാലങ്ങൾ നീങ്ങുന്നതനുസരിച്ച് മനുഷ്യന്റെ ആരോഗ്യത്തിനാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാശില, വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും. അപ്പൊ എന്ന് വെച്ചാൽ ആരോഗ്യ ശൃംഖലയിൽ നമുക്ക് ഇടപെട്ടാൽ എന്താ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറും. ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന വ്യക്തിയാവും. ഒരിക്കലും ഒരു മാന്യം വരാത്ത ഒരു ആരോഗ്യ മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഏറ്റവും കഴിവുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിശാലിയായ ഒരു ബിസിനസ്മാൻ എന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഹെൽത്തിന്റെ പ്രോബ്ലം കണ്ടുപിടിച്ചുകൊണ്ട് മനുഷ്യനെ ആരോഗ്യപരമായിട്ട് സംരക്ഷിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റായ ബയോമാക്റ്റീവ് പ്രോഡക്ട്സിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുക്കി. അദ്ദേഹം അതിനകത്ത് പഠിച്ച് റിസർച്ച് എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഇതിനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ബയോമാക്റ്റീവ് പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വളരെ ബുദ്ധിശക്തിയായ ആ മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട. ഏകദേശം ഒരു 7 P-യോളം, എന്താണ് നമുക്ക് 4 P അറിയാം, പ്ലാന്, പ്രോഡക്റ്റ്, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ 7 P-യോളം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം. അതിനെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ. അതിനുശേഷം ഞാൻ റീപർച്ചേസും മറ്റു പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. എന്താണ് ആദ്യത്തെ P എന്ന് പറയുന്നത്? ഇതിന്റെ പർപ്പസ് ആണ്. നമുക്ക് ഒരാളെ കാണാൻ നമുക്കൊരു ഉദ്ദേശം വേണം. നമ്മളൊരാളെ കാണാൻ പോകുമ്പോൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? അപ്പൊ നമുക്കൊരു ഉദ്ദേശം എന്താണ്? അത് ഹെൽത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് ഈ ബയോടോറിയത്തിന്റെ കമ്പനിയിലെ ഈ വർക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു? നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഹെൽത്തിന് വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കതിന്റെ വരുമാനം കൂട്ടുവാൻ, ഇതൊക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ കൂടെ വരുന്ന ഓരോ ആൾക്കാരെയും ഞാൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു പർപ്പസ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകണം. പർപ്പസ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. രണ്ടാമത്തെ P എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മുടെ ഡ്രസ് കോഡ്, നമ്മളെങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമുക്കറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നെങ്കിൽ നമ്മുടെ ക്വാളിറ്റി, ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് തോന്നാം ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ധരിച്ചു, നല്ലൊരു ഡീസെന്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു പ്രൊഫഷണൽ ലുക്കിൽ തന്നെ വേണം നമ്മൾ പോകേണ്ടത്. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് രണ്ടാമത്തെ P. മൂന്നാമത്തെ എന്ന് പറഞ്ഞത് നമ്മൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെ നമ്മളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സാറ് ഞാൻ ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പ് ഞാൻ ഈ പ്രോഡക്റ്റിന്റെ സുഹൃത്തുമായി പരിചയപ്പെട്ടു. അപ്പം പരിചയപ്പെട്ടപ്പോഴും ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്തു. അപ്പൊ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്ത് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് നല്ല ഉറക്കം വന്നു, അല്ലെങ്കിൽ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, അങ്ങനെ മറ്റു ചില എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നു, എനിക്ക് രാവിലെ എഴുന്നേൽക്കും വളരെ ഫ്രഷ് ആയിട്ട് തോന്നും. അങ്ങനെ ഉള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ എൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൽ മുന്നേറാൻ പറ്റുമെന്നുള്ള ഇതിലുള്ള തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുന്നുള്ള പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നത്. നാലാമത്തെ P എന്ന് പറയുന്നത് അത് പ്രോഡക്റ്റാണ്. അതായത് നമ്മളെ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സിന്റെ ആവശ്യകത എന്താണ്, ഇതിന്റെ പ്രോഡക്റ്റ്, കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, ഓരോരോ പ്രോഡക്റ്റ്. ഇതിപ്പം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് നെയ് വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് പിന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി വന്നിട്ടുണ്ട്, നിരവധി ടാബ്ലറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പ്ലാൻ പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ പ്ലാൻ എന്താണ്, എങ്ങനെയാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്, ഇതിനോട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻകം കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം എത്രയാണ്, റീപർച്ചേസിൽ കിട്ടുന്ന വരുമാനം എത്രയാണ്. അപ്പൊ ഇത് വരുമാനത്തെ കുറിച്ച് 33,500 രൂപ നമുക്ക് ഒരു ദിവസം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പ്ലസ് റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ട് നമുക്ക് ഇൻകം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നിരവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് നീങ്ങാം എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരാവശ്യമില്ല. അതാണ് നമുക്ക് പ്ലാനിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിന്റെ പോസിബിലിറ്റി എന്താണ്, നമുക്ക് പ്ലാൻ പറഞ്ഞു കൊടുത്തു, അതിനുശേഷം ഇതിന്റെ പോസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ ഒരാളെ 1 വർഷം കൊണ്ട്, അല്ലെ 2 വർഷം കൊണ്ട്, അല്ലെ 3 വർഷം കൊണ്ട് നമ്മൾ നിരവധി ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള വരുമാനത്തിന്റെ അതിപ്പോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 100% ചെയ്ത് കഴിഞ്ഞാൽ എത്ര, 10% ചെയ്ത് കഴിഞ്ഞാൽ എത്ര, 50% ചെയ്ത് കഴിഞ്ഞാൽ 25%, 5% ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്കതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ആറാമത്തെ ഇത്. അതിനുശേഷം നമ്മൾ പറയേണ്ടത് ഇത് എങ്ങനെ വർക്ക് ചെയ്യണം, നമുക്ക് എങ്ങനെ ഇതിനകത്ത് സക്സസ്, പ്രോസസ് ഓഫ് ബിഗ് സക്സസ്, എങ്ങനെ നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റും. നമ്മളുടെ ഒരു ദിവസം
ഒരു 10 കോളെങ്കിലും മിനിമം നമ്മൾ ചെയ്യണം. മിനിമം 10 കോളെങ്കിലും എത്ര പേരെ നമ്മൾ കാണണം, എത്ര പേരുടെ അപ്പോയിൻമെന്റ് വേണം, എത്ര ട്രെയിനിങ് വേണം, അപ്പൊ എങ്ങനെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫാമിലി ആയിട്ട് എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇതെങ്ങനെ എത്തിച്ചെടുക്കാൻ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വരുമാനത്തിന്റെ ഒരു ആകത്തുക അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പറയാൻ പറ്റും നമ്മുടെ ഈ പോസിബിലിറ്റി എന്താണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഡയറക്ട് സെല്ലിന്റെ അകത്ത് ചരിത്രം മാറ്റി കുറിച്ച ഒരു കമ്പനി എന്ന് തന്നെ നമുക്ക് ഈ ബൈട്ടോറത്തെ കുറിച്ച് പറയുവാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ ബൈട്ടോറം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അങ്ങനെയുള്ള കമ്പനിയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കാര്യങ്ങളെ കുറിച്ച്, പോസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു നിരവധി ആൾക്കാരിലേക്ക് എത്തിക്കും. നമുക്ക് ഈ കമ്പനിയിൽ നമുക്ക് ബിഗ് സക്സസ് ഉണ്ടാക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഈ ഇത്ര ഫീയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനിയായിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഇതിന് ശേഷം നമുക്ക് വരുന്ന ചില പ്രോഡക്റ്റുകളാണ് ഈ റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയിൽ 4 ദിവസം കൂടുമ്പോൾ നമുക്ക് പേ ഔട്ട് എടുത്ത് ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മളുമായിട്ട് അസോസിയേറ്റ് ഉള്ള ആൾക്കാരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പൊ അതോടൊപ്പം ഞാൻ റീപർച്ചേസിനെ കുറിച്ച് ഒന്ന് പറയട്ടെ. അതിനുശേഷം ഞാൻ നമ്മുടെ പുതിയ ടാബ്ലറ്റുകൾ വന്നിട്ടുണ്ട്. അതിപ്പം നമ്മൾ ഈ നാച്ചുറൽസ് എന്നുള്ള ടാബ്ലറ്റ് ഉണ്ട്. റീപർച്ചേസ് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ നാച്ചുറൽസ് എന്നുള്ള ടാബ്ലറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യ് ഇതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതപ്പം നമുക്ക് എന്തിനാണ് നമുക്ക് റീപർച്ചേസ് സ്കീം തുടങ്ങി, അതായത് നല്ല ആരോഗ്യം വേണം, നല്ല നമുക്ക് ഗുഡ് ഹെൽത്ത് വേണം, അതായത് നല്ല ആരോഗ്യം അല്ലെങ്കിൽ ഗുഡ് ഹെൽത്ത്, എക്സ്ട്രാ മണി വേണം, നമുക്ക് നല്ല കണക്ഷൻ വേണം, സെൽഫായിട്ടുള്ള ഡെവലപ്മെന്റ് വേണം, സ്വതന്ത്രമായൊരു ജീവിതം വേണം, നല്ല സന്തോഷം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വലിയ വലിയ ഗോളുകൾ, ചെറിയ ഗോൾ മുതൽ വലിയ ഗോൾ വരെ അച്ചീവ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കും. ഇതാണ് നമ്മുടെ ഈ ബൈട്ടോറിയം നമുക്ക് തരുന്ന പാഠങ്ങൾ. അപ്പം ഗവൺമെന്റിന്റെ റൂള് നിയമപ്രകാരം ഏത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റീപർച്ചേസ് സിസ്റ്റം വളരെ അത്യാവശ്യം. അപ്പം അങ്ങനെ ഗവൺമെന്റിൻ്റെതായ ടോട്ടലി ലീഗലായിട്ടുള്ള ഒരു റീപർച്ചേസ് പ്ലാനാണ് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പം കേരള ഗവൺമെന്റിന്റെ നിയമം ഇന്ത്യയിൽ ആകമാനം കേരളമാണ് എല്ലാത്തിനും മാതൃക എന്ന് പറയാം. കൊറോണ സമയത്തൊരു ഒരു പത്രപ്രവർത്തനം പറഞ്ഞൊരു വാചകമുണ്ട്, കേരളം ഇന്ന് ചെയ്യുന്നു, നാളെ ഇന്ത്യ അത് നോക്കി കാണണം. അപ്പൊ അതാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ഏറ്റവും വലിയൊരു നിയമം ഇന്ന് ഡയറക്ട് സെല്ലിംഗ് എന്ന മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. അതിന്റെ പേപ്പറുകളൊക്കെ ഏകദേശം നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കമ്പനി വളരെ പ്രധാന ലീഗലും ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റീപർച്ചേസ് പ്ലാൻ എങ്ങനെയാണ്? അപ്പം റീപർച്ചേസ് പ്ലാനിൽ ഒരു മാസം 1-ാം തീയതി മുതൽ 30 അല്ലെങ്കിൽ 31 ദിവസമുള്ള ഒരു മാസം നമ്മൾ 3000 രൂപയുടെ റീപർച്ചേസ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കേണ്ട ആവശ്യമാണ്. ഇപ്പൊ 1-ാം തീയതി നമ്മുടെ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന മദർ ഇൻകത്തിന്റെ ഏത് ഇൻകം, സൂപ്പർ അവയർനെസ് ബോണസ് ഉണ്ട്, സൂപ്പർ ഫാമിലി ബോണസ് ഉണ്ട്, സർപ്രൈസ് ബോണസ് ഉണ്ട്. ഇതിന്റെ എല്ലാം 10% കമ്പനി നമ്മളെ നിന്ന് ഡിഡക്ട് ചെയ്യുന്നുണ്ട്, 10%. അതോടൊപ്പം തന്നെ 2% നമുക്കുണ്ടാക്കുന്ന VOPകൾ, നമുക്കുള്ള മറ്റുള്ള മീറ്റിങ്ങുകൾ, ഇതിനെല്ലാം 2% മീറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കമ്പനി കിട്ടിയത്. അതിനുശേഷം ഗവൺമെന്റിന്റെ നിയമപ്രകാരമുള്ള 2% TDS കട്ടിയുന്നു. ആദ്യം നമ്മുടെ 10% കട്ടിയുന്നു. നമുക്ക് 7750 രൂപയാണെങ്കിലും ഇതിന്റെ 10% 775 രൂപ കട്ട് ചെയ്യുന്നു. 1750 രൂപ ആണെങ്കിൽ അതിന്റെ 2% കമ്പനി കട്ട് ചെയ്യുന്നു. അതിനുശേഷം 2% TDS കട്ട് ചെയ്യുന്നു. ഇതെല്ലാം കട്ടിയതിനു ശേഷം നമുക്ക് നമ്മള് 100 PVയുടെ ഒരു സൈക്കിളിൽ 2 സെയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രൈറ്റീരിയ വിന്നായതിനു ശേഷം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് 6684 രൂപ. അപ്പൊ നമ്മൾ ക്രൈറ്റീരിയക്ക് വേണ്ടി നമുക്ക് അതിന്റെ പറഞ്ഞില്ല, ക്രൈറ്റീരിയ ആണെങ്കിൽ നമുക്ക് നെറ്റായിട്ട് കിട്ടുന്നത് നമുക്ക് 440 രൂപ. നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 2% 490 ആണെങ്കിൽ നമ്മുടെ ഈ 10% നമ്മുടെ അക്കൗണ്ടിൽ ഡിഡക്ട് ചെയ്യുന്നു. അതിനുശേഷം 2% ഡിഡക്ട് ചെയ്യുന്നു. അതിനുശേഷമുള്ള എമൗണ്ടിന്റെ 2% ആണ് നമുക്ക് TDS ആയിട്ട് വരുന്നത്. അല്ലാതെ 7750 രൂപയുടെ TDS അല്ല കമ്പനി കട്ട് ചെയ്യുന്നത്. 10% റീപർച്ചേസ് കട്ട് ചെയ്യും. അതിനുശേഷം 2% നമ്മുടെ പിന്നെ മീറ്റിങ്ങിന് വേണ്ടി കട്ട് ചെയ്യുന്നു. അതിനുശേഷമുള്ള എമൗണ്ടിന്റെ 2% തന്നെ TDS ആയിട്ട് കിട്ടും. TDS എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തൊട്ടുള്ള മാർച്ച് വരെയുള്ള അക്കൗണ്ടിങ് ഒരു ഇൻഡിവിജ്വലിനെ തന്ന്, ഒരു ഇൻഡിവിജ്വൽ പാൻ കാർഡ് ഉള്ള ഒരു ഇൻഡിവിജ്വലിന് ജൂലൈ 31-നകം അവന്റെ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും
ഫയൽ. ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ വരെ ഉണ്ട്. ചിലപ്പം 1000 രൂപ പെനാൽറ്റിയിൽ ഡിസംബർ 31 ടൈം ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജൂലൈ 31 നമ്മുടെ അക്കൗണ്ടിനെ കൊണ്ട് ഓൺലൈനിൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ TDS, നമുക്ക് ഇത്ര വരുമാനം ഇല്ലാത്തതുകൊണ്ട് TDSന്റെ മുഴുവൻ എമൗണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് 10-15 ദിവസത്തിനകം തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്. മറ്റേ അങ്ങനെയല്ലായിരുന്നു, അതിന് സമയം എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. 15 ദിവസത്തിനകം നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ TDS എമൗണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് തിരിച്ച് അതിന് 2000-2500 കൊടുത്ത് ഒരു അക്കൗണ്ടിനെ കൊണ്ട് ഓൺലൈനിലായിട്ട് ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളിനെ ഏൽപ്പിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആ റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് ആ TDS റീഫണ്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ, അതായത് നമ്മൾ പറയാം ഏപ്രിൽ തൊട്ട് മാർച്ച് വരെ ഉള്ള അക്കൗണ്ടിങ് ഇയർ, അതാണ് ആ അക്കൗണ്ടിങ് ഇയറിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ ഉണ്ട്. അതിന്റെ TDSന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതിപ്പോ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നമ്മൾ 12 ആണെന്ന് തോന്നുന്നു, എനിക്കത് ഒത്ര ഓർക്കുന്നില്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിന്റെ അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റോടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ ഗവൺമെന്റിന്റെ നിയമപ്രകാരമുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ 31 ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് മൊമെന്റ് ഒക്കെ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലോ മെയിലോ ജൂണിലോ ഒരു അക്കൗണ്ടുമായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ TDSന്റെ എമൗണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതാണ് നമുക്ക് 2% TDS നമ്മുടെ കട്ട് ചെയ്താൽ ഒരിക്കലും നമുക്ക് നഷ്ടമല്ല, അത് നമുക്ക് റീഫണ്ട് ആയിട്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എടുക്കാം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു മാസം നമ്മുടെ ഏകദേശം 30,000 രൂപ വരുമാനം, 30,000 രൂപ വരുമാനമുള്ള വ്യക്തിയെ സംബന്ധിച്ച് അതിന്റെ 10% കട്ട് ചെയ്യുമ്പോൾ 3,000 രൂപ നമ്മുടെ വാലറ്റിലേക്ക് കാണും. അത് 46ാമത്തെ ഓപ്പറേഷൻ BPP വാല്യൂ എന്ന് പറയും. ഒരു BPP വാല്യൂ 1 രൂപയാണ്. അപ്പൊ അങ്ങനെ 30,000 രൂപ നമ്മൾ കട്ടി. അപ്പൊ 4 ഫാമിലി ബോണസ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 30,000 മേളിൽ 30,000 വരുമാനം വരി 3,100 രൂപ കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു മാസം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളുണ്ട്. സോപ്പുണ്ട്, ഇപ്പൊ നമ്മൾ സോപ്പ് കാണുന്നുണ്ട്, നെയ്യ് കാണുന്നുണ്ട്. സോപ്പിന് തന്നെ 960 രൂപ ഉണ്ട്. 6 സോപ്പിന് 960 രൂപ, 24 സോപ്പിന് 2,375 രൂപ. നമുക്കിനി പേസ്റ്റ് വരുന്നുണ്ട്. അത് മിസ്വാക്ക് ഇട്ട പേസ്റ്റാണ് നമുക്ക് തരാൻ പോകുന്ന കമ്പനി. ആ പേസ്റ്റിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പല്ലിന്റെ ആരോഗ്യത്തിന് വളരെയധികം. ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ പല ആൾക്കാരും അത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണില്ല. മിസ്വാക്ക് എന്നാണ് ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യ, ദുബായ് അങ്ങനെയുള്ള ആൾക്കാർ ഒരു ചെറിയ കഷ്ണമാണ്, കമ്പ് പോലുള്ള കഷ്ണമാണ്. എന്നിട്ട് പല്ലൊരച്ചൊരച്ച് തേക്കുന്ന പലപ്പോഴും നമ്മൾ ഈ മെക്കയിലൊക്കെ പോകുമ്പോഴും നമുക്കിത് കാണാൻ പറ്റുന്നു. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയുള്ളൊരു 250 ml ഒരു പേസ്റ്റാണ് നമുക്ക് തേണ്ട. 700 രൂപയുണ്ട്. പക്ഷെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നത്, പല്ലിന് നല്ല വെളുപ്പുണ്ടാകുന്ന, നല്ല നിറം വരുവാനും നമ്മുടെ ഈ പേസ്റ്റ് നമ്മളെ സാധിക്കും. ആ പേസ്റ്റ് ഉടൻ തന്നെ ബോംബെയിലെ ഏറ്റവും വലിയൊരു എക്കോറിച്ച് കോസ്മെറ്റിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. അറാക്ക് മരത്തിൽ നിന്നാണ് ആ മിസ്വാക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ മിസ്വാക്കിന്റെ എക്സ്ട്രാക്റ്റും മറ്റുള്ള ചില ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നുകൊണ്ട് ആയുർവേദപരമായിട്ടുള്ള ഏറ്റവും വലിയൊരു സോപ്പാണ്. അത് 250 നമുക്ക് 1 ഗ്രാം അതിന്റെ 1.5 ഗ്രാം മാക്സിമം ഒരു 2 ഗ്രാം, അതായത് 150 ദിവസമെങ്കിലും നമുക്ക് പല്ല് തേക്കാം. വളരെ അല്ലാതെ നമ്മൾ കോൾഗേറ്റ് എടുക്കുന്ന പോലെ ഒരു ബ്രഷ് നിറച്ചെടുക്കേണ്ട കാര്യം ഒരു ശകലം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന്, മോണയുടെ ആരോഗ്യത്തിന്, പല്ലിന്റെ മറ്റുള്ള എല്ലാവിധ പ്രവർത്തനത്തിനും അത് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേസ്റ്റാണ്. നമുക്ക് എത്തിയില്ല ഉടൻ തന്നെ അത് എത്തുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ അതോടൊപ്പം തന്നെ നെയ്യെ കുറിച്ച് പറയുകയാണെങ്കിൽ, നെയ്യെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നെയ്യ് സാധാരണ നമുക്കറിയാം പാലൊക്കെ നമ്മൾ തിളപ്പിക്കുന്നതൊക്കെ, പക്ഷെ ഈ നെയ്യ് ഉണ്ടാക്കുന്ന രീതി അത് വേറൊരു രീതിയിലാണ്. ഇതിന് പറയുന്ന പേരാണ് ബിലോന മെത്തേഡ് എന്ന് പറയും. ഒരു മിനിറ്റ് ഞാൻ എടുത്തിട്ട് നിന്ന് ബിലോന മെത്തേഡിലാണ് ഈ നെയ്യ് നമുക്ക് തയ്യാറാക്കി നമ്മളിലേക്ക് തരുന്നത്. അപ്പൊ ആ നെയ്ക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ചാണകത്തിന്റെ പട്ട ഉണക്കി ഇട്ടിട്ടാണ് ഉണക്കിയിട്ടാണ് ഇതിനെ നീറ്റിയാണ് നമ്മൾ ഈ പാലിനെ ചൂടാക്കുന്നത്. അതായത് ഒരു പാല് തിളപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ ഇത് പതയില്ലാത്ത രീതിയിലാക്കുന്ന രീതിയിൽ, പത വരാത്ത രീതിയിൽ ഈ ചാണകം ഉടക്കിയിട്ട് ഇത് മൺകലത്തിലെടുത്ത പാല്, അതായത് ഗീർ പശുവിന്റെ പാലാണ്. അത് ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളർത്തുന്ന പശുവാണ് ഗീർ പശു. അപ്പൊ ആ ഒരു പാലിലേക്ക് നമ്മൾ മൺകൊലത്തിൽ എടുത്തുകൊണ്ട് ഈ ചാണകം ഉണക്കിയ പട്ട പോലെ അതങ്ങോട്ട് ഇട്ടുകൊണ്ട് ആ ഒരു ചൂടിലാണ് ഇത് പിന്നെ ഇളക്കി പിന്നെ ഒരു ശകലം പോലും പതയില്ലാത്ത രീതിയിൽ അതിനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഈ പാല് തിളപ്പിക്കുന്നത്. അതിനുശേഷം ആ പാല് തിളച്ചതിന് ശേഷം അതിനെ നമ്മൾ മാറ്റി വെച്ച് തണുപ്പിച്ച ശേഷം ഒരു നെയ്യ് ഒഴിച്ചുകൊണ്ട്, വേറെ കലത്തിലേക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ട് മൺകലത്തുകൊണ്ട് അത് നാച്ചുറലായിട്ട്
പിന്നെ അത് വെച്ച് ഈ ഒരു ഏകദേശം റൂം ടെമ്പറേച്ചറിൽ 24 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടാണ് ഈ നെയ് റെഡിയാണ്, ഈ തൈര് റെഡിയാണ്. തൈര് റെഡിയാക്കിയതിന് ശേഷം മത്തിട്ടിട്ട് ഇതിനെ കടഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, 1000 ml നെയ്യ് വേണമെങ്കിൽ ഏകദേശം 35 ലിറ്ററോളം പാലിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് വന്നിട്ട് അത്രയും ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ഇപ്പൊ 24 മണിക്കൂറിന് ശേഷം ഇതിനെ എടുത്തുകൊണ്ട് മത്തിട്ട് കടഞ്ഞുകൊണ്ട് ആ നെയ്യെ വെണ്ണ എടുത്തുകൊണ്ട് വെണ്ണയെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉരുക്കിയെടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ 3000, ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ കണ്ടു 250 ഗ്രാമിന് 1050 രൂപ വിലയാണ്. അപ്പം 1 കിലോ 1000 ml എടുക്കുമ്പോൾ തന്നെ എത്ര 4000 മേൽ വിലയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നെയ്ക്ക് ഗുജറാത്തിൽ തന്നെ നെയ്ക്ക് 3000-ഓളം രൂപ വിലയുണ്ട്. അപ്പൊ നമ്മൾ 3250 രൂപ വില. അതൊരു ഗുണം എന്താണ്? ഈ നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പറയുന്നുണ്ട്, കാരണം നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നുണ്ട്, ഫാറ്റുകൾ കൂടുന്നുണ്ട്. ഫാറ്റുകൾ കൂടില്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ മുഴുവനുള്ള ആരോഗ്യത്തിന്റെ സംരക്ഷണമാണ്. വിറ്റാമിൻ കെ ഉണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, അതിന്റെ അവൈലബിലിറ്റി ഉണ്ട്. വിറ്റാമിൻ B12 കിട്ടുന്നുണ്ട് ഈ നെയ്ക്കകത്ത്, വിറ്റാമിൻ B12 കിട്ടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ തലമുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്, മുടി കൊഴിച്ചിലിന് നല്ലതാണ്. അപ്പം നമ്മുടെ ശാരീരികമായിട്ടുള്ള മുഴുവൻ കണ്ണുകൾക്ക് നല്ലതാണ്. ഇങ്ങനെയുള്ള ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. അപ്പം ഈ നെയ്യ് ഉരുക്കുമ്പോൾ വളരെ ചൂട് കുറച്ച് വളരെ നോർമൽ ആയിട്ടുള്ള ചൂടിലേക്ക് നമ്മൾ ഈ നെയ്യ് ഒഴിക്കും, പെട്ടെന്ന് ഒരിക്കും. ഒറിജിനൽ നെയ്യാണെങ്കിൽ പെട്ടെന്ന് ഒരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് നെയ്ക്കാണ് സമയം എടുക്കുന്നത്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വയ്ക്കും. അല്ലാതെ നമ്മൾ അധികം ചൂട് കൊടുത്ത് പാത്രം ചെറുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യ് അതിനകത്ത് എടുക്കണം. ഇന്നലെ വന്നൊരു കാര്യമാണ് പറയുന്നത്, ഇമിറ്റേഷൻ ജ്വല്ലറികൾ ലേഡീസിന്റെ റിങ്ങിന് 310 രൂപയാണ് വില. അപ്പൊ നമുക്കത് ഡബിൾ വാങ്ങിച്ചുകൊണ്ട് 40 12,200 രൂപ ആ ഇമിറ്റേഷൻ ജ്വല്ലറികൾ. അപ്പൊ നമ്മൾ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇമിറ്റേഷൻ ജ്വല്ലറികൾ നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ആ റിങ് ഊരി വെച്ചിട്ട് വേണം അവർ ജോലി ചെയ്യാൻ. കാരണം നമ്മൾ ബാർ സോപ്പ് ഉണ്ട്, കിച്ചണിൽ ഉപ്പ് നിൽക്കുന്ന സോപ്പുകൾ നമ്മൾ റിങ്ങിന് ക്രമേണ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ആ ഗ്ലോ കുറയാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ കുളിക്കുമ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമില്ല, പുറത്തു പോകുമ്പോൾ നമ്മളിട്ട് റിങ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ റിങ് ഊരി വെച്ചിട്ട് തന്നെ ജോലി, നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുടെ കൂടെ ഊരി വെച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് നല്ല 1 വർഷം 2 വർഷം വരെയൊക്കെ നമ്മൾ ഈ റിങ് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നോ ആ രീതിയിലായിരിക്കും ആ റിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 310 രൂപയ്ക്ക് വന്ന് ഇറങ്ങി നമ്മളൊരു 600 രൂപയിൽ ഡബിൾ റേറ്റ് നമുക്ക് സുഖമായിട്ട് കിട്ടും. കാരണം ഇത് മാർക്കറ്റിൽ 500 രൂപയ്ക്കൊക്കെ നല്ല റിങ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 600 രൂപയ്ക്ക് ഇറങ്ങി കൊടുത്താൽ 300 രൂപ നമ്മളൊരു ദിവസം 2-3 ഇറങ്ങി നമുക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് 1000 രൂപ നമ്മുടെ പോക്കറ്റ്. അങ്ങനെ റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഇമിറ്റേഷൻ ജുവലറികളായിട്ട് വള വരുന്നുണ്ട്, മാല വരുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കാം. പക്ഷെ കേരളത്തിലെ സംബന്ധിച്ചാണ് സ്വർണ്ണമാണ് പ്രധാന. പക്ഷെങ്കിൽ നോർത്തിൽ നമ്മൾ വരുവാണെങ്കിൽ എന്റെ വൈഫ് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ, സ്വർണ്ണത്തെക്കാൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഉപയോഗിക്കുമ്പോൾ നമുക്കത് മറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകാം, റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ റീപർച്ചേസിൽ ഈ പ്രോഡക്റ്റ് വരുന്നുണ്ട്. കമ്പനി പ്രധാനമായിട്ട് നോക്കുന്നത് എന്താണ്, ഒരു 15 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെ ഒരു മാസം ഒരു വർഷം റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇനി നമ്മുടെ കമ്പനി നമ്മളിലേക്ക് തരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നിരവധി ആൾക്കാർ, ഇപ്പൊ നമ്മൾ റിക്ഷ ഓടിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പല പ്രോഡക്റ്റുകൾ വിൽക്കുന്ന വ്യക്തികളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ ചെറിയ നമ്മുടെ പരിചയമുള്ള ആൾക്കാരിലേക്ക്, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളിലേക്ക് ഇത് കൊടുത്തുകൊണ്ട് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ID പഠിച്ച്, അപ്പൊ നമ്മൾ 300 രൂപ ഒരാൾക്ക് 40 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും 12,000 രൂപ കിട്ടിയില്ലേ അവർക്ക്. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അവർ വിൽക്കട്ടെ, പല സ്ഥലങ്ങളിൽ വിൽക്കാൻ നമ്മൾ 2 എണ്ണോ 5 എണ്ണോ കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവരെ നിരവധി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ 9,800 കൊടുത്ത് ഒരു മാട്രസ് എടുത്ത് കമ്പനിയിൽ ID എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, അപ്പൊ മറ്റു വീടുകളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചില വനിതകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടാം, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം സാധാരണ എല്ലാ കുടുംബത്തിനെയും കൈപിടിച്ചുയർത്തുന്ന ഒരു പ്ലാനാണ് നമുക്ക്, ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ റീപർച്ചേസിലേക്ക് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെത്തുകയാണ്. അവർക്ക് സാമ്പത്തികം ഇല്ലെന്ന് പറഞ്ഞ് അവര് 9,800 സാറേ എനിക്ക് പൈസ ഇല്ല, ഞാൻ എങ്ങനെ ഈ കമ്പനിയിലേക്ക് ഒരു ID എടുത്തിട്ടുമ്പോൾ, പക്ഷെ എനിക്ക് നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള നിരവധി ആൾക്കാരെ നമ്മൾ കണ്ടെത്തുക. അപ്പൊ അവരിലേക്ക് നമ്മൾ എന്താ ഒരു 4 റിങ് കൊടുത്ത് നിങ്ങൾ ഇന്ന് വിറ്റുകൊണ്ടുവരിക, അപ്പൊ അതിന്റെ പൈസ വാങ്ങിക്കും. അല്ലെങ്കിൽ നാളെ നിങ്ങളെ പരിചയമുള്ളവരായിരിക്കണം, നമ്മളെ ജയിച്ചുകൊണ്ട് പോകരുത്. അങ്ങനെ ഒരു ആൾക്കാർ, താല്പര്യമുള്ള സത്യസന്ധരായ ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരിലേക്ക് റിങ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ പല പല പ്രോഡക്റ്റുകൾ വരുന്നു. ഇപ്പൊ ലേഡീസിന്റെ
പിന്നെ സാനിറ്ററി പാഡ് ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ഉടൻ തന്നെ വളരെ താമസിയാതെ തന്നെ കമ്പനിയിലേക്ക് എത്തും. അപ്പൊ ഈ പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ദിവസം 1000 രൂപ അവർക്ക് കിട്ടുമ്പോൾ ഒരു 500 രൂപ അവരുടെ വീട്ടിലേക്ക് ചെലവിന് മാറ്റി കഴിഞ്ഞാൽ ഒരു 500 രൂപ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം കൊണ്ട് അവർക്ക് ഒരു 9,500 ഒരു ബെഡ് വാങ്ങിച്ചു കൊടുത്ത് അവർ ഐഡിയ എടുത്ത് അവരെ കൂടെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ബിസിനസ് സാമ്രാജ്യം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ സാധാരണക്കാരായ വ്യക്തികളുടെ എല്ലാം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ സഹായിക്കാൻ സാഗർ ജോഷി സാർ ചെയ്ത പോലെ നമ്മളും അവർക്കൊരു കൈത്താങ്ങായി മാറുവാൻ ഈ റീപർച്ചേസ് നമുക്ക് ഉതകത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം ഈ 30,000 രൂപ വരുമാനമുള്ളവർക്ക് ഒരു മാസം കമ്പൽസറി ആയിട്ട് വാങ്ങിക്കേണ്ടത് 3,000 രൂപയുടെ സാധനമാണ്. അപ്പൊ 3,000 രൂപയുടെ സാധനം 46ാമത്തെ ഓപ്ഷൻ ചെന്നിട്ട് നമ്മൾ FMCG ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ആഹാര സാധനങ്ങളുണ്ട്, മാഗ്നറ്റിക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് 3,000-ന് മേളിൽ നമ്മുടെ വാലറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടോ അത് വാങ്ങിക്കാൻ ഫ്യൂച്ചറിൽ പൈസ ഇട്ട് വാങ്ങിക്കുന്ന ഒരു സ്കീം കൂടെ വരുന്നത്. അപ്പൊ അത് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നും കൊറിയർ വഴി വേണോ, പോസ്റ്റ് വഴി വേണോ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ പേര്, കാരണം ഇത് കൊറിയർ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ അഡ്രസ്സും പിന്നെ പിൻകോഡ് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ, ഈ 2 കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് അതിനകത്ത് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് കമ്പനി അയച്ചു തരുന്നു. ഇപ്പൊ നമ്മൾ 1-ാം തീയതി നമ്മുടെ വാലറ്റിൽ ഒരു 2,000 രൂപ വന്നു, നമ്മൾ റീപർച്ചേസ് ചെയ്തു. നമ്മൾ 5-ാം തീയതി വീണ്ടും വന്നു ഒരു 2,500 രൂപ വന്നു, നമ്മൾ വീണ്ടും റീപർച്ചേസ് ചെയ്തു. അപ്പൊ നമ്മൾ 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ നമുക്ക് 3,000 തൊട്ട് 1,00,000 രൂപ വരെയാണ് ലിമിറ്റ്. 10,00,000 രൂപ വരുമാനം വരെ വാങ്ങിക്കുന്ന വ്യക്തികളുണ്ട് മാസത്തിൽ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് 1,00,000 വരെ റീപർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ റീപർച്ചേസ് നമ്മൾ ഇപ്പം റീപർച്ചേസ്, ഞാൻ കോഴിക്കോട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ഇൻഡോറിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ എൻ്റെ ഒരു റിലേറ്റീവ് താമസിക്കുന്നുണ്ട്. അവർക്ക് നമുക്കൊരു നെയ്യ് അയച്ചു കൊടുക്കണം, എന്തെങ്കിലും പ്രോഡക്റ്റ് അയച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്താൽ പോലും ആ പ്രോഡക്റ്റ് ഡയറക്റ്റ് കമ്പനി അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അല്ല നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കൊറിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്ത്യയിൽ നമ്മുടെ ബന്ധുക്കാർക്കോ നമുക്ക് പരിചയമുള്ള വ്യക്തിക്കോ ആർക്ക് വേണമെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് റീപർച്ചേസിന്റെ പ്രോഡക്റ്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് ആ പ്രോഡക്റ്റുകൾ കമ്പനി എത്തിച്ചാൽ, പ്രത്യേകിച്ച് പിൻകോഡ്, മൊബൈൽ നമ്പർ ഇതൊരിക്കലും തെറ്റാൻ പാടില്ല. അതനുസരിച്ചായിരിക്കും കറക്റ്റായിട്ട് കൊറിയർ. നമ്മൾ ഓൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കൊറിയറുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആദ്യം ചെക്ക് ചെയ്യുന്ന പിൻകോഡാണ്. പിൻകോഡ് ചെക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് അവരുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഈ 3,000 രൂപയുടെ സാധനം വാങ്ങിക്കുന്നത് മിനിമം ഒരു വ്യക്തിയെ സംബന്ധിച്ച് 3,000 രൂപയുടെ റീപർച്ചേസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ അതനുസരിച്ച് നമുക്ക് 5%, നമ്മൾ 3,000 എന്ന് പറയുന്നത് 3,000-ന്റെ 5% എന്ന് പറയുന്നത് 10% 300, 5% എന്ന് പറയുന്നത് 150 രൂപ. നമ്മളിത് 10 ലെവലിലേക്ക് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റീപർച്ചേസ് ഇപ്പം 3,000 രൂപ നമ്മൾ റീപർച്ചേസ് അല്ല മിനിമം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 5% ഈക്വൽ ആയിട്ട് നമ്മൾ 5 ലെവലിലേക്ക് 10 ലെവലിലേക്ക് നമ്മൾ 150 × 10 1,500 രൂപ കമ്മീഷനായിട്ട് 10 ലെവലിലേക്ക് പോകും. ഈ 10 ലെവൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പൊ എ എന്നൊരു വ്യക്തിയുടെ റീപർച്ചേസിനുള്ള വാലറ്റുള്ള എമൗണ്ട് 3,000 രൂപയാണ്. അതേസമയം ബി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വാലറ്റിൽ 2,500 രൂപ, സി എന്നൊരു വ്യക്തിക്ക് 4,000 രൂപയാണ്. അപ്പൊ ഡി എന്ന വ്യക്തിക്ക് 1,500 രൂപയാണ്. അപ്പം ഓരോരുത്തർക്കും എ എന്നൊരു വ്യക്തിക്ക് 3,000 ഉണ്ട്, ബി എന്ന് വരുന്ന വ്യക്തിക്ക് 2,500 ഉണ്ട്, സി എന്ന് വരുന്ന വ്യക്തിക്ക് 4,000 ഉണ്ട്, ഡി എന്ന വ്യക്തിക്ക് പറയുന്ന വ്യക്തിയിൽ 1,500 ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും റീപർച്ചേസ് നമുക്ക് 1-ാം തീയതി തൊട്ട് 31-ാം തീയതി നമ്മുടെ വാലറ്റ് വന്ന എമൗണ്ട് പ്രകാരം നമ്മൾ റീപർച്ചേസ് ചെയ്യണം. അപ്പം എയെ സംബന്ധിച്ച് 3,000 ഉണ്ട് ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ബി എന്ന് പറയുന്നത് 2,500 അദ്ദേഹത്തിന് റീപർച്ചേസ് ചെയ്യണം. അപ്പൊ അതിന്റെ 5%, ഈ 5% നമുക്ക് എക്ക് കിട്ടും. ഈ 5% അപ്പൊ സി കൊണ്ട് 4,000 ഉണ്ട്, അതിന്റെ 5% 2,000 രൂപ കിട്ടും. അപ്പൊ നമ്മൾ അതിന്റെ ലെവൽ എന്ന് പറയുന്നത് എയുടെ ഫസ്റ്റ് ലെവൽ ഇതാണ്. അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് നമുക്ക് ലെവൽ എന്ന് വരുന്നത് നമുക്ക് 2-ാമത്തെ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ 4,000 നമ്മുടെ ഇടയ്ക്ക് വന്ന 2,500 നമ്മുടെ ലെവലായിട്ട് 3,000-ന് മേലെ റീപർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ മുകളിലോട്ടാണ് അതിന്റെ ഇൻകം. നമ്മൾ ഓരോ ലെവൽ അനുസരിച്ച് ഡി ഇപ്പം നമുക്ക് റീപർച്ചേസ് ചെയ്താൽ നമ്മൾ ഡി എന്നുള്ള വ്യക്തി നമ്മൾ പറയുന്നത് 1,500, പക്ഷേ 1,500 നമ്മുടെ ഒരു ലെവലായിട്ട് കൂട്ടത്തില്ല. അത് സൂപ്പർ സൈഡ് എന്ന് പറയും. കംപ്രസ്ഡ് സൂപ്പർ സൈഡ് വരുമ്പോൾ ഈ 3,000 ചെയ്യുന്നവർ മാത്രം ചിലപ്പോൾ നമ്മൾ നോക്കും നമ്മുടെ 40-ാമത്തെ ആളായിരിക്കും നമ്മുടെ ചിലപ്പം 10-ാമത്തെ ലെവലായിട്ട് വരും. അങ്ങനെ 3,000-ന് മേലെ റീപർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ലെവലും നമ്മുടേതായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അതോടൊപ്പം തന്നെ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ പക്ഷെ അതിന്റെ കമ്മീഷൻ കിട്ടും. അപ്പൊ ആ കമ്മീഷൻ കിട്ടും, നമ്മുടെ അപ്ലൈന് കമ്മീഷൻ കിട്ടും. പക്ഷെങ്കിൽ നമ്മുടെ ലെവലായിട്ട് അതിനെ കൺസിഡർ ചെയ്യാറില്ല, അപ്ലൈനിലോട്ട് നമ്മുടെ കൺസിഡർ ചെയ്യാറില്ല. അപ്പം അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് 2500 ഉള്ളൂ, നമ്മൾ റീപർച്ചേസ് നമുക്കും കമ്മീഷൻ കിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ ഒരു 3000 രൂപയെങ്കിലും മിനിമം റീപർച്ചേസ് ലെവലിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും നമുക്ക് അതിന്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നതിൽ കമ്മീഷൻ കിട്ടും. ഇപ്പം താഴെ ഒരു വ്യക്തിയുണ്ട്, ഇപ്പം 10000 രൂപയുടെ റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് അസോസിയേറ്റ്, അപ്പൊ അദ്ദേഹത്തിന് മുകളിലോട്ടുള്ളവർക്കെല്ലാം 10,000-ന്റെ 5%, അതായത് 10,000-ന്റെ 5% 500 രൂപ വെച്ച് 10 ലെവലിലേക്ക് മേളിലോട്ട് കിട്ടിക്കൊണ്ട്. പക്ഷെ അത് ആ കമ്മീഷൻ കിട്ടുന്ന വ്യക്തികൾ, മുകളിലോട്ടുള്ള വ്യക്തികൾ എല്ലാവരും നമുക്ക് മെയിൻ ആയിട്ടുള്ളത് വേണ്ടത് 3000 രൂപയുടെ റീപർച്ചേസ് എങ്കിലും മിനിമം ചെയ്തെങ്കിൽ മാത്രമേ ആ കമ്മീഷൻ ഈക്വലായിട്ട് എല്ലാ ലെവലിലേക്കും ഡിസ്ട്രിബ്യൂഷൻ ആകത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും 3000 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മീഷൻ കിട്ടുന്നു, പക്ഷെങ്കിൽ അവർക്ക് നമുക്ക് ആ വരുമാനം കിട്ടുന്നതായിരിക്കത്തില്ല ഈ 2000. അതുകൊണ്ട് നമ്മൾ ഒരു മാസം 30,000 രൂപ വരുമാനം വെച്ചുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നവരും നമ്മുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, നമ്മൾ ജോയിൻ ചെയ്തു, നമ്മൾ ഒരു വ്യക്തിയെ ജോയിൻ ചെയ്ത്, ആ വ്യക്തി വേറെ ആൾ ജോയിൻ ചെയ്തു, അങ്ങനെ ഓരോരുത്തരും ജോയിൻ ചെയ്ത് അത് മുന്നോട്ട് നീക്കുമ്പോൾ ആണത് നമുക്ക് പ്രധാനമായിട്ട് അതെല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, ഒന്നൊന്നൊരു വ്യക്തി കൊണ്ട് ജോയിൻ ചെയ്തു, ആ ഒന്നൊന്ന വ്യക്തി 2നെ ജോയിൻ ചെയ്തു, 2 3നെ ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ വർക്കിംഗ് സിസ്റ്റം നൽകുക. അപ്പം 1 3നെ ഡയറക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് നമുക്ക് ഇടയ്ക്ക് വിട്ടുപോയി, ആ ലിങ്ക് ഉണ്ടാകാൻ പാടില്ല. കണ്ടിന്യൂസ് ലിങ്ക് അനുസരിച്ച് നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ആ 5% കിട്ടിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് കിട്ടുന്നത് നെറ്റ് ഇൻകമായി 86% നമുക്ക് കമ്പനി നമുക്ക് തരുന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം 2 പേര് നമ്മൾ ജോയിൻ ചെയ്തു, അത് ഞാൻ 2 പേരെ ജോയിൻ ചെയ്യുമ്പോൾ 4 ആവുന്നു, 4 പേര് 2 പേര് ചെയ്യുമ്പോൾ 8 ആവുന്നു, 8 പേര് 2 കഴിഞ്ഞാൽ 16 ആവുന്നു, 32 ആവുന്നു, 64 ആവുന്നു, അതിനുശേഷം 128 ആവുന്നു, 256 ആവുന്നു, 512 ആവുന്നു, അങ്ങനെ 1024. ടോട്ടല് 2046 പേര് നമ്മൾ ഈ 2 പേരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആ കണ്ടിന്യൂസ് ലിങ്കിൽ നമുക്ക് വരുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത് ഏകദേശം 2046 ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പൊ ഈ 2046 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരു മാസം 5000 രൂപ വെച്ച് റീപർച്ചേസ് ചെയ്താൽ 5,000 റീപർച്ചേസ് 1,230,000 രൂപയുടെ റീപർച്ചേസ് നടക്കാം. അപ്പൊ നമ്മളൊരു 5%, അതിന്റെ 5% എന്ന് പറഞ്ഞാൽ 5,11,500 രൂപയാണ് നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ നമ്മളൊരു 10% ചെയ്ത് കഴിഞ്ഞാൽ ഒരു 51,000 രൂപ നമുക്ക് കിട്ടും. ഈ വരുമാനം നമുക്ക് എല്ലാ മാസവും 10-ാം തീയതി നമ്മുടെ അക്കൗണ്ട്, അതായത് നമുക്കൊരു മാസം സാലറി കിട്ടുന്ന രീതിയിലേക്ക് ആ റീപർച്ചേസ് നമുക്ക് കിട്ടാൻ പോകണം. അപ്പം പൈസ ആയിട്ട് റീപർച്ചേസ് ചെയ്യുന്നതിന് നമ്മുടെ വാലറ്റിലേക്ക് വരുന്ന എമൗണ്ടിന്റെയാണ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈസ ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ അതിപ്പോൾ അധികം താമസം തന്നെ ഉണ്ടാവുമെന്നാണ് സാക്കർ സാറ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ രീതിയിൽ ഒരു മന്ത്ലി ഒരു സാലറി ഈ ബയോട്ടോറിയം കമ്പനിയിൽ നിന്ന് കിട്ടുന്ന രീതിയിലേക്ക് ഈ റീപർച്ചേസിന്റെ ഇൻകം നമുക്ക് മാറിക്കൊണ്ട്, കാരണം എല്ലാ മാസം 10-ാം തീയതി സാലറി കിട്ടുകയാണ്. കമ്പനിയിൽ റീപർച്ചേസ് 1 തൊട്ട് 31-ാം തീയതി 1, 2-ാം തീയതി 3-ാം തീയതി കമ്മീഷൻ ജനറേറ്റ് ആക്കുന്നത് നിങ്ങൾക്ക് 46-ലെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ എന്താ വിസ്ഡം വാല്യൂ പോയിന്റ് ഉണ്ട്, അതെല്ലാം നമുക്ക് 46-ലേക്ക് ഇപ്പൊ സാർ നേരത്തെ 28 കാണുമായിരുന്നു, അതിപ്പോ 46-ലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ 46-ൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും നമുക്ക് ഇൻകം ചെയ്യും. അപ്പൊ 3000 രൂപയുടെ റീപർച്ചേസ് ആണ് നമ്മുടെ ടാർഗറ്റ് മിനിമം. അതിന് നമുക്ക് 30,000 രൂപ വരുമാനം മാസം കൊണ്ടാണ്. 4 ഫാമിലി ബോണസ് ഉണ്ടെങ്കിൽ 7,750 4 ബോണസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 3,700. പക്ഷെങ്കിൽ നമുക്ക് ചിലപ്പം വരുമ്പോഴും നമുക്ക് ഫുൾ ആയിട്ട് എമൗണ്ട് നമുക്ക് 3000-ന് മേളിൽ റീപർച്ചേസ് ചെയ്യാൻ വരും പറ്റാത്ത ചില സാഹചര്യങ്ങൾ. നമുക്ക് 1000-ന് താഴെ എമൗണ്ടുകൾ നമ്മൾ വാലറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത മാസം കൺസിഡർ ചെയ്യുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചില കേസുകൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത് പറ്റുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു 4,000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 1,000 രൂപ ബാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 1,100 വെക്കാൻ പാടില്ല. 1,100 വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കമ്മീഷൻ കിട്ടത്തില്ല അടുത്ത മാസം. പക്ഷെ 1000-ന് താഴെ, അതായത് 999 അങ്ങനെ നമ്മൾ നോക്കുക, അത്ര എമൗണ്ട് നമുക്ക് വാലറ്റിൽ വെക്കാം. പക്ഷെ 3000 രൂപയുടെ കമ്പൽസറി പർച്ചേസ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് കമ്മീഷൻ കിട്ടും. ഇപ്പൊ നമ്മൾ 3000 രൂപ വരുമാനം വന്നു 999 ബാക്കി വെച്ചാൽ 2,000-ന്റെ റീപർച്ചേസ് അത് പറ്റില്ല. 3000 രൂപയുടെ റീപർച്ചേസ് മിനിമം നടക്കുക. ഇപ്പൊ 4,000 ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 999 അത് ബാക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടുത്ത മാസം അത് നമുക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ റീപർച്ചേസ് ചെയ്യുന്നു, നമുക്ക് അടുത്ത മാസം നമ്മുടെ 5,000 രൂപയുണ്ട്, നമ്മൾ 3000-ന്റെ റീപർച്ചേസ് ചെയ്തു, ഈ 2,000 രൂപ നമ്മൾ ബാക്കി വെച്ചെന്നിരിക്കട്ടെ.
അപ്പൊ നമുക്ക് അടുത്ത മാസം ഒരു 1000 രൂപ ആയിട്ട് അത് പറ്റുകയല്ല. അപ്പൊ നമുക്ക് കമ്മീഷൻ കിട്ടില്ല. റീപർച്ചേസ് ചെയ്യാം, പ്രൊഡക്റ്റ് കിട്ടും, പക്ഷെങ്കിൽ നമുക്ക് അങ്ങനെ അഫോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ കിട്ടത്തില്ല. റീപർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കോട് അസോസിയേറ്റ് ചെയ്ത് എല്ലാവർക്കും കമ്മീഷൻ നമുക്ക് കിട്ടും. 3000 രൂപ മിനിമം റീപർച്ചേസ് നമുക്ക് കമ്മീഷൻ കിട്ടും. പക്ഷെ നമ്മളോട് അസോസിയേറ്റ് ചെയ്ത മറ്റുള്ള വ്യക്തികൾക്ക് കമ്മീഷൻ കിട്ടാത്തൊരു സാഹചര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും റീപർച്ചേസ് ചെയ്തുകൊണ്ട് വേണം ഇത് മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ കമ്പനി ഇന്ന് അസുഖങ്ങൾ വളരെ സ്മാർട്ടായിട്ട് വരുമ്പോൾ സ്മാർട്ടായിട്ടൊരു ടാബ്ലറ്റ് കൂടി നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, ഇടയ്ക്ക് ഒരു നിരവധി ടാബ്ലറ്റ് ഇടുന്നു. അതുകൊണ്ട് 2400 രൂപയാണ് ടാബ്ലറ്റിന്റെ വില എന്ന് പറയുന്നത്. ശരിയാണ്, 60 ടാബ്ലറ്റിന് ഏകദേശം ഈ നാച്ചുറൽസ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ഇറങ്ങിയത് അതും റീപർച്ചേസ് വരുന്ന കാര്യങ്ങളാണ്. അതായത് 40 രൂപയാണ് ഒരു ടാബ്ലറ്റിന്റെ വില. പക്ഷെ ഞാൻ അവരുടെ നെറ്റിൽ നോക്കി, ഇവര് മറ്റു പേരിൽ നേരത്തെയൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് 2294 രൂപ, 2300 രൂപയ്ക്കാണ് അവർ മാർക്കറ്റിൽ പോലും ആ പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി 2400 എന്ന് പറഞ്ഞാൽ മറ്റേത് ഓണർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഇത് നമുക്ക് തരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കെല്ലാം 5% കമ്മീഷനോടെ കമ്പനി തരും. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ വിലയല്ലെന്ന് തന്നെ നമുക്ക് ആ ഗുളിയെ കുറിച്ച് പറയാൻ പറ്റും. അപ്പം അത് ഈ ബയോട്ടോറിയം കമ്പനി വലിയൊരു മാറ്റം ലോകത്തിൽ വരുത്തുവാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം പല അസുഖങ്ങളുണ്ട്, ക്യാൻസർ ഉണ്ട്, ഡയബറ്റിക്സ് ഉണ്ട്, അതോടെ പിന്നെ മെന്റൽ ഹെൽത്ത് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, PCOD പ്രോബ്ലം ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കമ്പനി അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സപ്ലിമെന്റുകൾ നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. ഈ സപ്ലിമെന്റുകൾക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, നമ്മുടെ വീട്ടിൽ നമ്മൾ പല ആഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്. അത് പല ചെടികൾ, ഇപ്പൊ നമ്മൾ കറുകപ്പട്ട ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നമ്മൾ ആഹാരം വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന്റെ നമുക്ക് വേണ്ട എക്സ്ട്രാക്ട്. ഇപ്പൊ നമ്മളൊരു വേപ്പില എടുത്തു കഴിഞ്ഞാൽ വേപ്പിലയിൽ പല 14 ഗുണങ്ങളുണ്ട്. ഇന്നലെ ഇത് പറയുന്നത് വേപ്പില എന്ന് പറയുന്നത് അതിനകത്ത് ഏകദേശം 14 ഗുണങ്ങളുണ്ട് വേപ്പിലയ്ക്കകത്ത്. ആ ഇലയിൽ അതിനകത്തുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നതിൽ ചുമയ്ക്ക് നല്ലതായിരിക്കും, അതിനകത്ത് വേറെ ചില ഐറ്റം എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ നല്ലതായിരിക്കും, വേറെ ചില ഐറ്റം നമുക്ക് കൊളസ്ട്രോൾ, അങ്ങനെ ഓരോ അതിനകത്ത് വേണ്ട എക്സ്ട്രാക്റ്റുകളെയും അത് വേർതിരിച്ചുകൊണ്ടാണ് ഈ കമ്പനി അങ്ങനെ പ്ലാന്റിൽ നിന്നും ഒരു പ്ലാന്റിൽ തന്നെ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി കണ്ടന്റുകളുണ്ട്. അപ്പം അത് ഓരോ ലെവൽ. അല്ലാതെ നമ്മളൊരു വേപ്പില കഴിച്ചുകൊണ്ട് നമുക്ക് ഷുഗർ കുറയോ, നമുക്ക് വേപ്പില കഴിച്ചുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചുമ കുറയോ ഇല്ല. പക്ഷെ അതിനകത്തുള്ള ഓരോ കണ്ടന്റുകളും ഇത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോന്നിനും വേണ്ട രീതിയിൽ ആ ടാബ്ലറ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടാബ്ലറ്റുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് 100% ഓർഗാനിക് ആണ്, 100% പ്ലാന്റ് ബേസ്ഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആണ്, പിന്നെ ഒരുവിധ പ്രിസർവേറ്റീവ്സ് ഇല്ല, ഒരു കെമിക്കലില്ല, അതിന്റെ കവറിൽ പോലും യാതൊരു വിധമായ മറ്റുള്ള കാര്യങ്ങളും നമുക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് തരുന്നത്. ഇപ്പൊ നമ്മൾ മനുഷ്യന് അസുഖം ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്താ? മനുഷ്യന്റെ ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ബാഡ് ബാക്ടീരിയ വളരുന്നതുകൊണ്ടുണ്ടാവും, നല്ല ബാക്ടീരിയ കുറയുന്നതുകൊണ്ടാവും, ലോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, സെല്ലിന്റെ റീജനറേഷൻ ഉണ്ടാകാത്ത, സെല്ലുകൾ നശിക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ 4 കാരണങ്ങൾ ഓരോ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അസുഖക്കാരായിട്ട്. അപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെല്ലിന്റെ പിന്നെ റീജനറേഷന് വേണ്ടി അത് നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഉണ്ടായെങ്കിൽ പോലെ അതിനെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. ഇപ്പം ഷുഗറിനെ സംബന്ധിച്ചൊരു ഗുളികയുണ്ട്. ആ ഗുളിയെ കുറിച്ച് അവർ പറയുന്നത് ഇപ്പം 600 ഷുഗർ വരെയുള്ള വ്യക്തി പോലും ഇത് ഉപയോഗിച്ചുകൊണ്ട് 100 ഷുഗർ വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ ടാബ്ലറ്റ്. ഇപ്പൊ നമ്മൾ ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ഇംഗ്ലീഷ് ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് അതിന്റെ കൂടെ ഇത് കഴിക്കാം. കിഡ്നിക്കോ പിന്നെ ലിവറിനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നുള്ള ക്ലിനിക്കൽ സ്റ്റഡീസും റിസർച്ച് ഒക്കെ ഉള്ള വെബ്സൈറ്റ് നമ്മൾ ഒരു പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നൊരു ഗുളിക നമ്മൾ മറ്റു ടാബ്ലറ്റ് കഴിക്കുന്നതോടൊപ്പം നമ്മൾ ഈ ടാബ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ പതുക്കെ നമ്മുടെ ശരീരത്ത് ആ കറക്റ്റായ കൺട്രോൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ള ഗുളികകളുടെ ആധിക്യം, നമ്മുടെ ബാറ്റോസ്പാഡും വെള്ളമൊക്കെ കുടിക്കുന്ന കൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ പലരൊക്കെ ഗുളികൾ കഴിക്കുന്നുണ്ട്. അപ്പം പതുക്കെ നമുക്ക് അതിന്റെ റെസ്പോണ്ട് നല്ല രീതിയിലൊരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് ആ ഗുളികകളുടെ ഇംഗ്ലീഷ് ഗുളികയുടെ ആധിക്യം നമുക്ക് കുറച്ചുകൊണ്ട് നമ്മുടെ ഈ ഗുളികകൾ കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യാറ്. അലോപ്പതിയോ ഹോമിയോപ്പതിയോ ഏത് ശാസ്ത്രം ഉപയോഗിക്കുന്നവർക്കും ഈ ടാബ്ലറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്.
അവര് പറഞ്ഞിരുന്നത്. അതായത് 2006 മുതൽ റിസർച്ച് നടത്തി 2024 ഈ ഒരു 19 വർഷത്തോളം കാലം റിസർച്ച് നടത്തിയിട്ടാണ് ഈ ടാബ്ലറ്റുകൾ നമുക്ക് ഈ നാച്ചുറൽസ് എന്നുള്ള ടാബ്ലറ്റ്സുകൾ ഈ കമ്പനി നമ്മൾ ടൈപ്പ് ആയ കമ്പനിയുടെ പേരാണ് റൈറ്റ് ഹ്യൂമൻ ന്യൂട്രീഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയാണ്. ആ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ആ ടാബ്ലറ്റ്സുകൾ ഇപ്പം വരുന്നതായിട്ട് വരുന്നത് ഡീപ്സ് 2400 രൂപയാണ് 60 ടാബ്ലറ്റിന്റെ വില. ഏകദേശം 40 രൂപ വിലയുണ്ട് കേട്ടോ. പക്ഷെ അതിനകത്ത് കെമിക്കലില്ല, പ്രിസർവേറ്റീവ് ഇല്ല, 100% സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ടാബ്ലറ്റുകളൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടുമ്പോൾ റീപർച്ചേസിൽ വരെ നമ്മൾ 2400 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പൊ നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകൾ ഓരോ ടാബ്ലറ്റിന്റെ വിലയാണ് ഒരു 60 എണ്ണത്തിന്. അപ്പൊ അതിപ്പോ അടുത്ത ഉടൻ തന്നെ അത് സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ആയിട്ട് ആ പ്രോഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഡീപ് സ്ലീപ്പ്, ഉറക്കം വരാത്തതിന് എന്താ ഉറക്കം ഒളി വരും. അപ്പൊ ഇത് നമ്മൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ ആ ഡീപ് സ്ലീപ്പിന്റെ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനം. അത് ബ്യൂട്ടി വൈറ്റൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഗുളിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ തലമുടി പൊഴിച്ചില്, മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ സൗന്ദര്യത്തിനും ചർമ്മത്തിന്റെ ഭംഗിക്കും ഇതിനെല്ലാം ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു ടാബ്ലറ്റാണ്. ജോയിന്റ് ഗാർഡ് എന്ന് പറയുന്നത് ജോയിന്റ് പെയിൻ, ആർത്തൈറ്റിസ്, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതപ്പം അഡ്വാൻസ് അതിന്റെ യൂസേജ് എന്റെ ടാബ്ലറ്റിന്റെ മേളിൽ ബോട്ടിലിന്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ്, ഡയബറ്റിക്സ് ഇല്ലാത്ത നമുക്കറിയാമല്ലോ, 10 പേരെടുത്താൽ ഒരു 3-4 പേര് നമ്മുടെ ഡയബറ്റിക്സ്, അവർക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഗുളിയോടൊപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഹെൽത്തി ഹാർട്ട്, നമ്മുടെ BP-ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ, ഇതിനൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ അഡ്വാൻസ്ഡ് ഹെൽത്തി ഹാർട്ട്. ഒമേഗ-3 നമുക്കറിയാവുന്ന ഫിഷ് ഓയിലും മറ്റൊക്കെ കഴിക്കാൻ പറ്റും, ചില ആൾക്കാർ കഴിക്കത്തില്ല. അപ്പൊ ഫിഷിൽ നിന്നൊക്കെയാണ് ഒമേഗ-3 കിട്ടുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാതെ ചില വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ-3 ഡെവലപ്മെന്റ്, മെമ്മറി ബാക്സ്, മെമ്മറിക്ക് വേണ്ടി ഈസി ഡിറ്റോക്സ്, അതായത് വണ്ണം കുറയ്ക്കാനും ശരീരത്തുണ്ടായ ടോക്സിൻസുകൾ പോകാനും നമ്മൾ ഈസി അഡ്വാൻസ് ഡിറ്റോക്സ് നമ്മളെ സഹായിക്കും. അതുപോലെ അഡ്വാൻസ് ലിവർ ക്ലെൻസ്, ലിവറിന്റെ അതായത് ഫാറ്റി ലിവർ വന്ന ആൾക്കാർക്ക് വേണ്ടി വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ടാബ്ലറ്റാണ് അഡ്വാൻസ് ലിവർ ക്ലെൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വേറൊരെണ്ണമുണ്ട്, നമുക്ക് ചുമ വരുമ്പോൾ നമുക്കൊരു കപ്പ് സിറപ്പ്, അതൊരു 5 ml തൊട്ട് 10 ml മാക്സിമം അത് മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചുമയെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഏറ്റവും ശക്തമായി 2500 കപ്പ് സിറപ്പൊക്കെ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി, അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനോ കേടുവരാത്ത വളരെ പ്യുവറായിട്ടുള്ള ഒരു, ഇപ്പം 12 മണിക്കൂറും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന ചില ട്രെയിനേഴ്സ് ഉണ്ട്. അവരൊക്കെ ആന്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി, കാരണം അവർക്ക് കുറച്ചുനാൾ കഴിക്കുമ്പോൾ അവരുടെ തൊണ്ട ശരിയാകാത്ത രീതിയിലേക്ക് വരും. അപ്പൊ ആ സ്വന്തം വളരെ സ്മൂത്ത് ഒക്കെ അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പൊ നമുക്കൊരു ഇതുപോലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചിലപ്പോൾ 5 ml വളരെ തുച്ഛമായ ക്വാണ്ടിറ്റി നമ്മൾ തൊണ്ടയിലോട്ട് ഉപയോഗിച്ച് ഈ കപ്പ് സിറപ്പ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ചുമയ്ക്ക്, കഫിനോ കോൾഡിനോ ഒക്കെ റിലീഫ് തരുന്ന കപ്പ് സിറപ്പാണ് നമുക്ക് തന്നോട്ടിരിക്കുന്നത്. അപ്പം പ്രൈസ് ഉള്ളതിപ്പോൾ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, ഇതെല്ലാം നമുക്ക് വ്യത്യാസം. അത് ഏകദേശം 100 ml ആണെന്നാണ് തോന്നുന്നത്, ഞാൻ നോക്കാൻ മറന്നുപോയി. ആ കപ്പ് സിറപ്പ് നമുക്ക് തരും. അപ്പൊ ഇങ്ങനെ 10ഓളം രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് ഈ പർച്ചേസിൽ ഈ നാച്ചുറൽസ് വഴി നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ് ഇല്ല, ഹെവി മെറ്റൽസ് ഇല്ല, നോ ആഡർ ഹോർമോൺസ് ഇല്ല, ഷെൽഫ് ലൈഫ് സ്റ്റെറ്റഡ് ആണ്. അപ്പം ഇത് സ്റ്റിറോയിഡ് ഇല്ല, ഷുഗർ ഫ്രീ ആണ് ഈ പ്രോഡക്റ്റുകൾ, സയന്റിഫിക്കലി റിസർച്ച് ആണ്. അപ്പം ഇതോടൊപ്പം തന്നെ പറയാം DSIR സർട്ടിഫൈഡ് ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഹൃദയത്തിന്റെ ഈ അഡ്വാൻസ്ഡ് ഹാർട്ട് ഹെൽത്ത് നമുക്ക് വളരെയധികം പറയാം. പക്ഷെ ഇത് ഫീഡിങ് വുമണും പ്രഗ്നന്റ് വുമണ് യൂസ് ചെയ്യാൻ പാടില്ല, ഫീഡിങ് വുമണ് എടുക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ ഡയാലിസിസ് പേഷ്യന്റിന് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ നമ്മൾ അത് പ്രത്യേകം ഡോക്ടറുടെ കൺസൾട്ടന്റ് ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഫീഡിങ് ആയിട്ട് വുമൺ കൊടുക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്, അതോടെ പ്രഗ്നന്റ് വുമന് കൊടുക്കരുത്, അതോടൊപ്പം തന്നെ ഡയാലിസിസ് പേഷ്യൻസ് കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ അതിനകത്ത് ചില നിബന്ധനകൾ കമ്പനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ളൊരു ടാബ്ലറ്റ് കൂടിയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും സ്കൂൾ ബാഗുകൾ വരുന്നുണ്ട്, ലെതർ ബാഗ് വരുന്നുണ്ട്, ഷൂ വരുന്നുണ്ട്. അപ്പൊ ഷൂവിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ എങ്കിൽ 15,490 ഷൂവിന്റെ വില. അപ്പൊ നമ്മൾ ഇത്രയും വലിയ ഷൂ, ഇത് പ്യുവർ ലെതറിൽ ഉണ്ടാക്കും. ഒന്ന്, ഷൂവിന്റെ പ്രത്യേകത പ്യുവർ ലെതറിൽ ഉണ്ടാക്കും. 2, ഇത് നമുക്ക് നമ്മുടെ തള്ളവിരലുണ്ട്, നമ്മുടെ അണിവിരലുണ്ട്, പല വിരലുകളിലും നോർത്ത് ബോൾ സൗത്ത് ബോൾ എങ്ങനെ ഫിറ്റ് ചെയ്യണം ആ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ
മാഗ്നറ്റിക് രീതിയിൽ പവർ കാലിൽ തൊട്ട് തല വരെ എങ്ങനെ കിട്ടും, ആ രീതിയിലാണ് ശാസ്ത്രീയപരമായിട്ടാണ് നമ്മുടെ ഷൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ പോലെ ഇപ്പൊ ഷൂ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ നമ്മൾ 1 കോടി രൂപ ചെയ്യുന്ന ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമ്മൾ മാറേണ്ട വ്യക്തികളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ പോലുള്ള ആൾക്കാർ ഈ ഷൂകൾ ആദ്യം ധരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക്കിലേക്ക് പറയാൻ പറ്റൂ. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, പ്രൈസിനെ കുറിച്ച് പലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കാറുണ്ട്, നമ്മൾ ഡൈനിങ് ടേബിൾ വാങ്ങിക്കാറുണ്ട്, അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ AC വാങ്ങിക്കാറുണ്ട്, നമ്മൾ LED വാങ്ങിക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് പറയാം 15,000 20,000 മേളിൽ വരെയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ 2 വീലർ വാങ്ങിക്കാറുണ്ട്, നമ്മൾ കാർ വാങ്ങിക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ പാർട്ട് ഓഫ് ലൈഫിന് വേണ്ടി നമ്മൾ ഇതെല്ലാം വാങ്ങിക്കാറുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ പ്രൈസ് ഒരു കാറിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ അതിങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ ലെതറിലുള്ള ചെരുപ്പ് ഷൂകളാണ് വരുന്നത്. പക്ഷെങ്കിൽ ഇത് മാഗ്നറ്റുകൾ നമ്മുടെ തള്ളവിരൽ അണിവിരൽ ഓരോന്നിനും എങ്ങനെ നോർത്ത് പോൾ എങ്ങനെ ഇരിക്കണം, സൗത്ത് പോൾ എങ്ങനെ ഇരിക്കണം, അങ്ങനെ ശാസ്ത്രീയപരമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഷൂ ആണ് നമ്മളിലേക്ക് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ ബാക്കി പിന്നെ ഷാമ്പു വരുന്നുണ്ട്, പിന്നെ വേറെ കുറച്ച് പ്രോഡക്റ്റുകൾ, കോസ്മെറ്റിക് പ്രോഡക്റ്റുകളെല്ലാം ഉടൻ തന്നെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം. ഇത് മാർച്ച് എൻഡിങ് ആയതുകൊണ്ടാണ് അല്പം സ്ലോ വന്നത്. ഏപ്രിൽ തൊട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം വരും. നമുക്ക് ആട്ട വരുന്നുണ്ട്, മസാലകൾ വരുന്നുണ്ട്. നമുക്കറിയാലോ പണ്ട് ആട്ടയൊക്കെ നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്നത് കണ്ടിട്ട് നമ്മളൊക്കെ വീട്ടിലാണെങ്കിൽ പിന്നെ അരി പൊടിക്കുന്ന എങ്ങനെയാണ് നമ്മൾ നാച്ചുറലായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഈ ആട്ടയുടെ ചക്കികളുണ്ട്, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള ചക്കികളുണ്ട്. കല്ലുകൊണ്ട് ചക്കിക്കകത്ത് ഈ നമ്മുടെ ഗോതമ്പ് പൊടിച്ചിട്ട്, അത് ഒരു മെഷീനിൽ കൂടെ അല്ല, അത് ആട്ടച്ചക്കിൽ അത് പൊടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഗോതമ്പാണ് വരുന്നത്. അപ്പൊ മസാലകളും ആരില്ല. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ അവിടെ അരകല്ലുണ്ട് വീട്ടിൽ, നമ്മള് സമ്മന്തി അരയ്ക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു കാര്യം, വീട്ടിൽ സമ്മന്തി അരയ്ക്കാൻ നമ്മൾ മിക്സി ഉപയോഗിക്കും. അപ്പൊ നമ്മൾ അരകല്ല് ഉപയോഗിക്കും. അരകല്ലിൽ അരയ്ക്കുന്നതും മിക്സിയിൽ അരയ്ക്കുന്നതുമായിട്ട് ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസം, മസാലകൾ അരയ്ക്കുന്നതിന് വ്യത്യാസം. അപ്പൊ നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ അരകല്ലിൽ അരച്ചിട്ട് നമ്മൾ കറിക്ക് നമ്മളെ മസാലകൾ നമ്മൾ ചേർക്കുമ്പോൾ അതിനുള്ള ടേസ്റ്റും നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന ആ ഒരു വ്യത്യാസം നമ്മുടെ എല്ലാ ആഹാര സാധനങ്ങളിലെ പ്രോഡക്റ്റുകൾ നമുക്ക് കാണുവാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഏറ്റവും പ്രകൃതിദത്തമായ രീതിയിൽ മനുഷ്യൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ, അതുപോലെ തന്നെ മോർ പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി തന്നപ്പോൾ അതുപോലുള്ള നല്ല പ്രോഡക്റ്റുകൾ നമ്മൾ റീപർച്ചേസിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വരുമ്പോൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ഇത് എടുക്കും. അതിൻ്റെ എല്ലാം 5% 10 ലെവൽ വരെ, അതായത് 3000-ന് മേളില് റീപർച്ചേസ് ചെയ്യുന്ന എല്ലാവരുടെയും നിന്ന് 5% ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലെവലിലേക്ക് ഇത് എത്തുമ്പോൾ നമുക്കൊരു വലിയ വരുമാനമായിട്ട് എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി നമുക്ക് കിട്ടുന്ന ഡെയിലി വരുമാനത്തോടെ, ഓരോ സൈക്കിളിൽ കിട്ടുന്ന 2 സൈക്കിളും കിട്ടുന്ന വരുമാനത്തോടൊപ്പം ഒരു വലിയ വരുമാനം നമ്മളിലേക്ക് നമ്മുടെ ടീം ഡെവലപ്പ് ആവുന്നതോടൊപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾക്ക് വളരെ ഉയരങ്ങളിലേക്ക് നീങ്ങാൻ പറ്റുന്ന ഒരു കമ്പനി, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനി. അടുത്ത 25 വർഷക്കാലം ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ മാത്രം ചെയ്യുന്ന കമ്പനി. MD പറയുന്ന പോലെ 15 മണിക്കൂർ രാവിലെ ഏകദേശം 10-11 മണിക്ക് ഓഫീസിൽ വന്നാൽ നേരം വെളുക്കുമ്പോൾ നമ്മളൊക്കെ ഉറങ്ങുമ്പോഴത്തേക്കും 3-3:30 വരെ 4 വരെക്കൊക്കെയാണ് നമ്മുടെ MD വീട്ടിൽ പോകുന്നത്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു MD, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി, സ്ട്രോങ് ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫ്. നമുക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലപ്പോഴും രാത്രിയിലൊക്കെ ഷംന മാഡം വിളിക്കാറുണ്ട്, സാർ ഇന്നലെയും നടന്ന സംഭവമാണ്, സാറേ ഒരു 4 പേയ്മെന്റ് ഇട്ടു, 11:30 ഇട്ടതാണ്, ഇന്നലെ എന്തോ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഒന്ന് നോക്കണം. അപ്പൊ ഉടൻ തന്നെ ഞാൻ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു. അവരെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് അതിന്റെ അപ്രൂവൽ വന്നെന്നും പറഞ്ഞ് അവർ റിപ്ലൈ തന്നു. അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഓഫീസ് സ്റ്റാഫ്, ശക്തമായ ഒരു ഓഫീസ് സ്റ്റാഫ് നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ല കമ്പനിയിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നെന്നും ഈ കമ്പനി നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നവരാണ്. മനുഷ്യന് വേണ്ടി ഏറ്റവും വലിയ മനുഷ്യത്വമായ പ്രവർത്തനം നടത്തി സാഗർ ജോഷി ചെയ്തിട്ടെങ്കിൽ ഈ കണ്ണിലെ കൃഷ്ണമണി പോലെ എല്ലാ ദിവസവും 1000 വർഷം വരെ പലരും പറയുന്ന പല വ്യക്തികളും ബോംബെ പല സൂമുകളിൽ ഞാൻ കേൾക്കുന്നു. അതായത് ഹരിയാനയിലുള്ള റിട്ടയർഡ് IA ഓഫീസർ പറയുന്നു, ഡോക്ടർ സാഗർ ജോഷി സാർ 1000 വർഷമെങ്കിലും ജീവിച്ചിരുന്നാൽ ഇന്ത്യയിലെ മനുഷ്യൻ അസുഖമൊന്നും മരിക്കത്തില്ല, അസുഖമില്ലാത്ത മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് അതായത് അദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജീവനാണ് ഡോക്ടർ സാഗർ ജോഷി. ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഡോക്ടർ സാഗർ ജോഷിയാണ്. അങ്ങനെ ഓരോ മനുഷ്യന്റെ മനസ്സിൽ നിന്നും ആ വിളി ഉണ്ടാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ കമ്പനിയെ, സ്വന്തം കമ്പനിയെ സൂക്ഷിക്കേണ്ടത് ഓരോ ഡിസ്ട്രിബ്യൂട്ടറുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.